ചേവായൂരിൽ ചേലില്ലാതെ UDF ഹർത്താൽ. ഹർത്താലിനോട് മുഖം തിരിച്ച വ്യാപാരികളും ജനവും. പകൽ വാർത്ത തുടങ്ങുന്നു. പ്രധാന തലക്കെട്ടുകൾ. കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ സന്തോഷ് സെൽവം കുറുവ സംഘാംഗം. സംഘത്തിൽ 12 പേരെന്ന് ആലപ്പുഴ ഡിവൈഎസ്പി. അവരൊരു 10-12ഓളം ആളുകൾ വന്നതിന് ശേഷം പല ഇതായിട്ട് പിരിഞ്ഞതാണ്, പല ഗ്രൂപ്പായിട്ട് പിരിഞ്ഞതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. സ്റ്റേഷന് മുന്നിൽ നാടകീയ രംഗങ്ങൾ. മണികണ്ഠനും സന്തോഷ സുഹൃത്തുക്കളാണോ? അല്ല, സുഹൃത്തുക്കളല്ല. അവന് വരെ ഞങ്ങൾ പറയും. മണികണ്ഠൻ എങ്ങനെയാ പരിചയപ്പെടുന്നത്? ഇവിടെ വന്നതിന് ശേഷമാണോ? കുറുവയുടെ താവളം തേടി ന്യൂസ് 18. ഈ ചെറിയ ടെന്റ്, പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള ടെന്റിനകത്ത് ഇതിനകത്തായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ഇവർ 6 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. കോഴിക്കോട് കോൺഗ്രസ് ഹർത്താലിൽ വ്യാപക ആക്രമണം. വാഹനങ്ങൾ തടഞ്ഞു. കടകൾ ബലം പ്രയോഗിച്ച് അടപ്പിച്ചു. സഹകരണ ജനാധിപത്യത്തെ സർക്കാർ കശാപ്പ് ചെയ്തെന്ന് VD സതീശൻ. K സുധാകരന്റെ കൊലവിളി പ്രസംഗത്തിനുള്ള തിരിച്ചടിയെന്ന് മുഹമ്മദ് റിയാസ്. സന്ദീപ് വാര്യർ പാണക്കാട്. തങ്ങളുടെ അനുഗ്രഹം തേടിയാണ് എത്തിയതെന്ന് സന്ദീപ്. ഇപ്പോ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ്. കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. സൗഹാർദ്ദത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് വന്നതിൽ സന്തോഷമെന്ന് തങ്ങൾ. ലീഗ് അണികൾക്ക് അമർഷമെന്ന് മുഖ്യമന്ത്രി. മുഖ്യമന്ത്രി പരിഹാസ്യനായെന്ന് VD സതീശൻ. സന്ദീപ് വാര്യരോടുള്ള അസംതൃപ്തി തുടർന്ന് K മുരളീധരൻ. സന്ദീപ് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചയാൾ. ഗാന്ധിവധത്തെ ന്യായീകരിച്ചിട്ടുണ്ടെന്നും മുരളി. സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തിന് ശേഷം മുരളീധരനിട്ട ഫേസ്ബുക്ക് പോസ്റ്റിന് കൈയടിച്ച ഇടത് യുവജന നേതാക്കൾ. മുനമ്പത്തേത് വഖഫ് ഭൂമിയെന്ന നിലപാടിൽ ഉറച്ച് AP സുന്നി വിഭാഗവും. അനധികൃത കച്ചവടമെന്നും പിന്നിലെ ക്രിമിനൽ ഗൂഢാലോചന അന്വേഷിക്കണമെന്നും ആവശ്യം. മുനമ്പം സമരം തുടരുന്നു. ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകൾ. കേന്ദ്ര സഹായമില്ലെങ്കിലും വയനാട് പുനരധിവാസം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. ലോകം ശ്രദ്ധിക്കുന്ന മാതൃകയാകുന്ന തരത്തിലുള്ള പുനരധിവാസമാണ് അവിടെ നടത്താൻ പോകുന്നത്. അതാർക്കും തടയാൻ കഴിയില്ല. LDF സർക്കാർ പ്രഖ്യാപിച്ചതാണ്. നാടാകെ അതിനോടൊപ്പമുണ്ട്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. പുനരധിവാസം തടുത്ത് കളയാമെന്ന വ്യാമോഹം വേണ്ട. കൃത്യമായ റിപ്പോർട്ട് നൽകാതെ എങ്ങനെ പണം ലഭിക്കുമെന്ന് K സുരേന്ദ്രൻ. വയനാടിനെ മറന്നോ? ന്യൂസ് 18 ക്യാമ്പയിൻ തുടരുന്നു. അബ്ദുൾ റഹീമിന്റെ ജയിൽ മോചനത്തിൽ നിർണായക വിധിയുടൻ. സൗദി കോടതിയുടെ വിധി കണ്ണീരോടെ കാത്ത് ഉമ്മ. നിയമ നടപടികൾ പൂർത്തിയാക്കിയിട്ടുണ്ടെന്ന് നിയമസഹായ സമിതി. അനുകൂല വിധി ഉണ്ടാകുമെന്ന പ്രതീക്ഷയിൽ നാട്. മണിപ്പൂർ അശാന്തം. കുക്കി മേദി സംഘർഷം തുടരുന്നു. മുഖ്യമന്ത്രിയുടെയും മന്ത്രിമാരുടെയും വീടുകൾക്ക് നേരെ ആക്രമണം. സാഹചര്യം വിലയിരുത്തിയ അമിത്ഷാ. പ്രധാനമന്ത്രി ഇടപെടണമെന്ന് രാഹുൽ ഗാന്ധി. വാർത്തകളിലേക്ക് വിശദമായി. നാട്ടുകാരുടെ ഉറക്കം കെടുത്തുന്ന കുറുവ കള്ളന്മാർ. നാടിനെ ഭീതിയുടെ മുൾമുനയിലാക്കിയ കുറുവ സംഘത്തെക്കുറിച്ച് കൃത്യമായ വിവരം ലഭിച്ചതായി പോലീസ്. കുണ്ടന്നൂരിൽ നിന്ന് പിടിയിലായ സന്തോഷ് സെൽവം കുറുവ സംഘാംഗമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചു. മുൻപ് കോട്ടയം പാലായിൽ മോഷണ കേസിൽ സന്തോഷ് പിടിയിലായിരുന്നു. ഈ കുറുവ മോഷണ സംഘത്തിൽ കൂടുതൽ അംഗങ്ങൾ ഉണ്ടെന്നും സന്തോഷിനെതിരെ 30 കേസുകളുണ്ടെന്നും ആലപ്പുഴ ഡിവൈഎസ്പി മധു ബാബു ന്യൂസ് 18നോട് പറയുന്നു. കാര്യത്തിൽ പിന്നെ നമുക്കൊരു വ്യക്തതയായിട്ടുണ്ട്. രണ്ടാമത്തെ ഒരു അക്യൂസ്ഡ് ഉണ്ട്. അയാളുടെ കാര്യത്തിൽ വ്യക്തതയുണ്ട്. അതിന്റെ കാര്യങ്ങൾ നമ്മൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്.
സന്തോഷ് കേസുകളുണ്ട്. സന്തോഷ് തന്നെ അയാളെ ചോദ്യം ചെയ്യലിലൂടെ പറയുന്നത് തനിക്ക് 30ഓളം കേസുകൾ ഉണ്ടെന്നുള്ളതാണ്. അതിന്റെ ഡീറ്റെയിൽസ് തമിഴ്നാട്ടിൽ നിന്നും മറ്റ് കേരളത്തിലെ മറ്റ് ജില്ലകളിൽ നിന്നൊക്കെ സമാഹരിക്കേണ്ടിയിരിക്കുന്നു. ഇവരുടെ ഫാമിലി ഇവിടെ വന്നിട്ടുണ്ടല്ലോ, അവർ പറയുന്നത് ഇത് പ്രശ്നമാണ് എന്നുള്ളതാണല്ലോ ഫാമിലി പറയുന്നത്. അവർ പറയുന്നത് പോലീസ് മനഃപൂർവ്വം ഉൾപ്പെടുത്തി കേസിൽ ഉൾപ്പെടുത്തുന്നതാണ്. അവരവിടെ വന്നിട്ടുണ്ട് മണഞ്ചേരി സ്റ്റേഷൻ. അല്ല, നമ്മൾ ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ഒരു 12ഓളം ഇടങ്ങളിൽ പല ആളുകൾ ഇവരുമായിട്ട് ബന്ധപ്പെട്ട് ഇവരുടെ പ്രവിശ്യയിൽ നിവസിക്കുന്നതായിട്ടുള്ള ആൾക്കാരെ ചോദ്യം ചെയ്ത് മറ്റും കാര്യങ്ങളുണ്ടായിരുന്നു. അവർക്കൊന്നും ഇല്ലാത്തൊരു റെസിസ്റ്റൻസാണ് ഇവരുടെ ഭാഗത്തുനിന്ന് ഇന്നലെ ഉണ്ടായത്. പിന്നെ അതുകൊണ്ട് തന്നെ ഇവരുടെ സാന്നിധ്യത്തെ പറ്റി കൂടുതൽ നമുക്ക് സംശയം ബലപ്പെടുകയും അതിൻ്റെ അനുസരിച്ച് കാര്യങ്ങൾ നമ്മൾ ഇയാളെ കസ്റ്റഡിയിൽ എടുത്തതിന് ശേഷം സ്ഥലത്ത് പോയിട്ട് കാര്യങ്ങൾ പരിശോധിക്കുകയും ദൃശ്യങ്ങൾ മാച്ച് ചെയ്ത് നോക്കുകയും ചെയ്തു. ആ ഒരു വ്യക്തതയിലേക്ക് നമ്മൾ വന്നു കഴിഞ്ഞു. അല്ല, ഇപ്പൊ നിങ്ങൾ കൊണ്ടുപോയി ചെയ്തു, പ്രതികളെ അവിടെ കൊണ്ടുപോയോ? ഈ മോഷണം നടന്ന സ്ഥലങ്ങളിൽ കൊണ്ടുപോയോ? ഇന്ന് പുലർച്ചെ നമ്മൾ അവിടെ കൊണ്ടുപോയി അത് വെരിഫൈ ചെയ്തിട്ടുള്ളതാണ്. വെരിഫൈ ചെയ്തു. അപ്പൊ ഈ സന്തോഷിന് പങ്കുണ്ട് എന്നുള്ളത് സ്ഥിരീകരിച്ചിട്ടുണ്ട്. സ്ഥിരീകരിച്ചു. മണികണ്ഠന്റെ റോഡ് എന്താണ്? മണികണ്ഠൻ റോഡ് ഇയാളുടെ കൂടെ ഇന്നലെ ഒപ്പം പിന്നെ ഉണ്ടായിരുന്ന ആളാണ്. അപ്പം അയാളുടെ കാര്യത്തിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ ഇനി പരിശോധിക്കേണ്ടിയിരിക്കും. ഈ കൂടുതൽ ആളുകളുണ്ടോ സാർ? 25ഓളം ആളുകളുണ്ട് കുറുവാ സംഘത്തിൽ എന്നാണ് പറയുന്നത്. പറവൂരെത്തിയതും ഈ പുന്നപ്പുറ എത്തിയതും വ്യത്യസ്ത ആളുകളാണെന്നാണല്ലോ. അവരൊരു 10-12ഓളം ആളുകൾ വന്നതിന് ശേഷം പല ഇതായിട്ട് പിരിഞ്ഞതാണ്, പല ഗ്രൂപ്പായിട്ട് പിരിഞ്ഞതായിട്ടാണ് പ്രാഥമികമായിട്ടുള്ള വിവരങ്ങൾ. അത് പിന്നെ ആലപ്പുഴ ജില്ലയിൽ തന്നെ 2-3 സ്ഥലങ്ങളിലായിട്ടൊക്കെ അവർ മാറി. അവരുടെ ഇടയിൽ തന്നെ ചില സ്പർദ്ധകൾ ഉണ്ടായെന്നുള്ളതാണ് മനസ്സിലാകുന്നത്. പിന്നെ കുറച്ച് പേര് തമിഴ്നാട്ടിൽ കോയമ്പത്തൂർ പിടിയിലായിട്ടുള്ള സംഘാംഗങ്ങൾ ഉണ്ടെന്ന് പറഞ്ഞു. കൂടുതൽ പേരുണ്ട് അല്ലേ? അതാണ് അദ്ദേഹം സ്ഥിരീകരിക്കുന്നത്. അതായത് കൂടുതൽ പേർ ഉണ്ട് കുറുവാ സംഘത്തിൽ എന്നുള്ളതാണ് ഇപ്പോൾ ആലപ്പുഴ ഡിവൈഎസ്പി തന്നെ സ്ഥിരീകരിച്ചിരിക്കുന്നത്. 12ഓളം പേർ ഉണ്ട്. ഒപ്പം തന്നെ സന്തോഷ് ഇവിടെ മണ്ണഞ്ചേരിയിൽ എത്തി എന്നുള്ള കാര്യവും വ്യക്തമാക്കുന്നുണ്ട്. സന്തോഷിനെ കൊണ്ടുപോയി ഇന്നലെ ഈ മോഷണം നടന്ന സ്ഥലങ്ങളിലെ തെളിവെടുപ്പ് അടക്കമുള്ള കാര്യങ്ങളിലേക്ക് അന്വേഷണ സംഘം കടക്കുകയും ചെയ്തിട്ടുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ടത് കുറുവാ സംഘത്തിൽ 12ഓളം അംഗങ്ങൾ ഉണ്ട് എന്നാണ് ആലപ്പുഴ ഡിവൈഎസ്പി മധുബാബു സ്ഥിരീകരിച്ചിരിക്കുന്നത്. കുറുവാ സംഘങ്ങൾ നാട്ടുകാരുടെ പേടി സ്വപ്നമായി തുടരുമ്പോൾ സന്തോഷിന്റെ കുടുംബാംഗങ്ങൾ ഉൾപ്പെടെയാണ് പോലീസ് സ്റ്റേഷനിൽ എത്തിയത്. പോലീസ് പിടികൂടിയ മണികണ്ഠനും സന്തോഷും സുഹൃത്തുക്കളല്ല എന്നും ഈ സന്തോഷിനെതിരെ നിരവധി മോഷണ കേസുകൾ ഉണ്ടെന്നുമാണ് കുടുംബാംഗങ്ങൾ പറഞ്ഞത്. 3 ദിവസമായി. ഈ സന്തോഷം മണികണ്ഠനുമായിട്ട് എത്ര നാളായി സുഹൃത്തുക്കളാ? ഇല്ലല്ല, സുഹൃത്തുക്കളല്ല. അല്ല, ഈ സന്തോഷ് ഈ സന്തോഷ് നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നിട്ട് എത്ര കാലമായി? അവർ ഇവിടെ തന്നെ താമസിക്കും, കുണ്ടന്നൂർ തന്നെ താമസിക്കും. സന്തോഷ് ഞങ്ങൾ മൊത്തമായിട്ട് 3 ദിവസമായി. എന്റെ അനിയത്തിന്റെ ഈ സന്തോഷ് പിന്നെ സന്തോഷോടെ നിങ്ങളുടെ കൂട്ടത്തിൽ ഈ കുണ്ടന്നൂർ വന്നിട്ട് എത്ര മാസമായി? 2-3 മാസമായി. 2-3 മാസമായിട്ടുള്ളൂ. നേരത്തെ ആലപ്പുഴ കേസുണ്ട്, കയ്യെഴുത്തിന് പോയി കൊണ്ടുപോയി. നേരത്തെ കേസുണ്ട്. ഉള്ളവരൊക്കെ പോയി. ഇന്നലെ 3-4 പേർ പിടിച്ചായിരുന്നു, പിടിച്ച് വെട്ടി പൊളിച്ചു. സന്തോഷ് മാത്രമാണോ വന്നത്? സന്തോഷ് മാത്രമാണോ നിങ്ങളുടെ കൂട്ടത്തിലേക്ക് വന്നത്? അല്ല, നീ 2 മാസം മുമ്പ് വന്നപ്പോ സന്തോഷം മാത്രമുള്ളായിരുന്നു നിങ്ങളുടെ? മീനെ പിടിക്കാൻ എത്ര നാളാச்சு? 3 നാളാச்சு. 2-3 നാളാச்சு. மணிகண்டன் இந்த வேலை பண்ணாரு? வேற எந்த வேலையும் பண்ணாது. மீன் பிடிக்கும், வேற எந்த வேலை தெரியாது. தமிழ்நாட்டில் வந்து இதுக்கு முன்னே சிமெண்ட் ஃபேக்டரியில் வேலை பார்த்துட்டு மாதம் 10,000 சம்பளம். ഈ സന്തോഷ് അവിടെ വന്നിട്ട് എത്ര നാളായി? സന്തോഷ് അവിടെ വന്നിട്ട് 2-3 മാസം ആയി. மணிகண்டன் இது வந்து தப்பு பண்றேன்னு அந்த ஆள் தப்பு பண்ணாது. தமிழ்நாட்டிலேருந்து வந்து இந்த ஆள் மணிகண்டன் இந்த சந்தோஷ் செல்வன் சந்தோஷ் செல்வன் அது தெரியாது. തിരുട്ട് ഗ്രാമങ്ങളിലെ ഏറ്റവും അപകടകാരികളായിട്ടുള്ള കുറുവ മോഷ്ടിക്കാനായി കൊല്ലാൻ പോലും മടിയില്ലാത്തവരുടെ സംഘം നാട് മുഴുവൻ പേടിപ്പെട്ട് നിൽക്കുമ്പോൾ പോലീസിന് വ്യക്തമായിട്ടുള്ള ചിത്രമുണ്ടോ? ശരണ്യ, സ്നേഹജന്റെ റിപ്പോർട്ടുകളാണ് നമ്മൾ കണ്ടത്. ഏതായാലും കുണ്ടന്നൂരിലെ ചതുപ്പ് നിലത്തിലാണ് ഈ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട കുറുവാ സംഘാംഗം സന്തോഷ് സെൽവം ഒളിച്ചിരുന്നത്. സന്തോഷ് കുടുംബമായി താമസിച്ചിരുന്നതും ഈ പ്രദേശത്താണ്. ഈ കുടുംബത്തിൽ മിക്കവാറും വഴക്കുണ്ടാകാറുണ്ടെന്ന് ഈ പ്രദേശത്ത് കച്ചവടം നടത്തുന്നവർ പറയുകയും ചെയ്തു. മരട് കുണ്ടന്നൂർ പാലം ദേശീയപാതയ്ക്ക് അതിൽ കുണ്ടന്നൂർ പാലത്തിന് കീഴിൽ നിന്നുമാണ് ഇവിടെ ഒളിഞ്ഞ് താമസിക്കുകയായിരുന്നു ഇവര്. ഇവിടെ നിന്നുമാണ് ഇവരെ പിടികൂടിയത്. ഇവർ ഇതിനകത്ത് ഈ നമ്മൾ കാണുന്ന ഈ ചെറിയ
ടെൻറ്റ് ഇത് പ്ലാസ്റ്റിക് ഷീറ്റ് കൊണ്ടുള്ള ടെൻറ്റിനകത്ത് ഇതിനകത്തായിരുന്നു ഇവർ കഴിഞ്ഞിരുന്നത്. ഇവർ 6 പേരായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. സന്തോഷും അതോടൊപ്പം തന്നെ മണികണ്ഠൻ, ഒപ്പം ഇവരുടെ കുടുംബാംഗങ്ങളും ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ 6 പേരടങ്ങുന്നവരാണ് ഇവിടെ ഉണ്ടായിരുന്നതെന്നാണ് പരിസരത്തുള്ളവർ പറയുന്നത്. ഇതിനകത്ത് അവർക്ക് ഒരാൾക്ക് ഒളിച്ചിരിക്കാൻ പാകത്തിൽ കുഴിയുണ്ടാക്കിയിരുന്നു എന്ന് പറയുന്നു. അതിൽ അവർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിലൊരു കുഴിയുണ്ടാക്കുകയും ഒപ്പം അത് ടർപ്പോളിൻ കൊണ്ട് മൂടാനെല്ലാം തന്നെ സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്നത്. പോലീസ് അന്വേഷണത്തിന് വരുമ്പോൾ അതിനകത്തേക്ക് കയറാൻ വേണ്ടിയായിരുന്നെന്നാണ് കരുതുന്നത്. എന്തായാലും പോലീസ് ഇന്നലെ രാത്രി ഇവിടെ പരിശോധന നടത്തി ഈ സ്ഥലം വളയുകയും പരിശോധന നടത്തുകയും ചെയ്തു. തുടർന്ന് സന്തോഷിനെ ഇവർ പോലീസിന്റെ പിടിയിൽ നിന്ന് മോചിപ്പിക്കാൻ ഇവർ വീട്ടുകാരടക്കമുള്ളവർ ശ്രമിച്ചു, സ്ത്രീകളടക്കമുള്ളവർ ശ്രമിച്ചു. അവരെ പിന്നീട് മരട് പോലീസ് കസ്റ്റഡിയിലെടുത്തു. സന്തോഷ് ഇവിടുന്ന് ചതുപ്പിലേക്ക് ഓടിയെങ്കിലും പിന്നീട് ഏതാണ്ട് 4 മണിക്കൂറോളം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഇയാളെ പോലീസിനെ കസ്റ്റഡിയിലെടുക്കാനായിട്ട് സാധിച്ചത്. കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഇവിടെ മരട് പരിസരത്ത് ഇവരുണ്ടായിരുന്നു. പിന്നീട് ഈ സ്ഥലത്തേക്ക് ഇവിടേക്ക് വന്ന് താമസിക്കുകയായിരുന്നു. പരിസരത്തുള്ളവരുമായിട്ട് പലപ്പോഴും ഇവർ വഴക്കടിക്കുകയായിരുന്നു. ഇത് ഇവിടെ താമസിക്കുന്നതിനെ ചൊല്ലി അടക്കം പലപ്പോഴും ബഹളമുണ്ടാക്കുകയും ചെയ്തിരുന്നുവെന്ന് ഇവർ പറയുന്നുണ്ട്. ഇവര് നമ്മള് അപ്പുറത്ത് വലിയ പാടത്തിലെ ഇവർ കുറച്ചു കാലം ഉണ്ടായത് ഇവിടെ. അവിടെ നിന്ന് ഇരിക്കുമ്പോൾ അവിടുത്തെ നാട്ടുകാരെല്ലാം അവരൊന്ന് വായിച്ചിട്ട് അപ്പം ഇവര് നേരെ ഇങ്ങോട്ട് വന്ന് ഇവിടെ താമസിക്കാൻ തുടങ്ങി. അവര് ദിവസം ഞങ്ങളെ കൂടെ വളക്കിന് വരും. രാത്രിയായ ഇവിടെ ശല്യമാണ്. ഇവിടെ പറയണ്ട എന്തോ ഒരു വളക്കാന്ന് പറയണ്ട. ഇവര് ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു ശല്യം കൊണ്ടുണ്ടായി. ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ പറഞ്ഞു പോലീസുകാരൻ്റെ അടുത്ത് ഞങ്ങൾ പറഞ്ഞിട്ട് നിങ്ങളെ പായിക്കൂ ഇതെല്ലാം പറഞ്ഞപ്പോൾ നിങ്ങളെ കാണാൻ നമുക്ക് ഏത് പോലീസാ ഏത് അങ്ങനെയാ ഏത് മറ്റേ പറയാന്നല്ല ഒരു ദിവസം ഒരു ഭയങ്കര ബഹളപ്പാ എന്ത് പറയാണ്. ഇന്നലെ നടന്ന നീക്കത്തോടുകൂടി പോലീസിന് ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കുറച്ച് മുന്നോട്ട് പോകുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും ഭയാശങ്കകൾ ജനങ്ങളുടെ മനസ്സിൽ നീക്കേണ്ടതിന് അന്വേഷണം അതിൻ്റെ കുറെ കൂടി വ്യക്തത വരേണ്ടതുണ്ട്. കൊച്ചിയിൽ നിന്ന് ക്യാമറമാൻ മനോജിനൊപ്പം ടാനി പോൾ, ന്യൂസ് 18. സൗദിയിലെ ജയിലിൽ മോചനം കാത്തുകഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചന ഉത്തരവ് ഇന്നുണ്ടായില്ല. 2 ആഴ്ച കഴിഞ്ഞ് കേസ് പരിഗണിക്കും എന്നുള്ള വിവരമാണ് വരുന്നത്. ഇപ്പോൾ അബ്ദുൾ റഹീമിന്റെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളെ കാണുകയാണ്. റഹീമിന്റെ അമ്മയും ഉമ്മയും കൂടെയുണ്ട്. സംസാരിച്ചതാണ്. അപ്പോൾ അവര് പറഞ്ഞതും രണ്ട് ഓപ്ഷനാണ് പറഞ്ഞിരുന്നത്. ഇവർക്ക് ഒരു ഗവൺമെന്റ് പ്രൊസീജിയർ പ്രകാരം ഒരു 5 or 10 വർഷം അവർക്ക് ശിക്ഷ ഉണ്ടാവും. അപ്പോൾ 18 വർഷം ഓൾറെഡി അനുഭവിച്ചത് കൊണ്ട് അത് ഇതിൽ ഇൻക്ലൂഡ് ആയതുകൊണ്ട് പെട്ടെന്ന് റിലീസ് ഓർഡർ ആയിരിക്കും ഉണ്ടാവുക എന്നായിരുന്നു നമ്മോട് പറഞ്ഞിരുന്നത്. പക്ഷെ ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്ന വാർത്ത ഇതാണ്. അവിടുത്തെ നിയമസഭാ സമിതിൻ്റെ വിവരങ്ങളൊന്നും എനിക്ക് വന്നിട്ടില്ല. ബാക്കി കാര്യങ്ങളൊക്കെ പിന്നീട് അറിയിക്കാം. ഇല്ല, കറക്റ്റ് ഇൻഫർമേഷൻ വന്നിട്ടില്ല. അപ്പം നിങ്ങൾ ചോദിച്ചുകൊണ്ടുള്ള ഒരു മറുപടി മാത്രമേ ഞാൻ തരുന്നുള്ളൂ. ഔദ്യോഗികമായിട്ടുള്ള ഒരു വാർത്ത അല്ല ഞാൻ തരുന്നത്. അതാണ് ഇപ്പോൾ. അതെ, അപ്പൊ അവനും നമ്മളൊക്കെ ഒരേ മാതിരിയാണല്ലോ. അവനിപ്പോ നമ്മൾ അവിടുത്തെ നിയമങ്ങൾ നമ്മൾ ആർക്കും അറിയില്ലല്ലോ. നമ്മള് അവനേറ്റ് കൂടിയിരുന്ന് നമ്മള് എന്താ പറയാ സംസാരിച്ച് പിരിഞ്ഞു പോന്നതാണ്. അവൻ നല്ല പ്രതീക്ഷയിലായിരുന്നു. അവൻ ചോദിച്ച ചോദ്യമുണ്ട്. നമ്മൾ ഒരാഴ്ച കൂടി വെയിറ്റ് ചെയ്ത് നമുക്ക് എന്താ പറയുക കുടുംബങ്ങൾ ഒന്നായിട്ട് കണ്ടുവരുന്നത്. അപ്പം നമുക്കൊരു പ്രതീക്ഷ ഇല്ലാത്തത് കൊണ്ടാണ് ഉമ്മാനെയും കൂട്ടിപ്പോയത്. ഉമ്മാന്റെ ഒരു എന്താ പറയാ എന്നോട് എപ്പോഴും പറയില്ല ഉമ്മ ഡേറ്റ് പറയും മോനെ ഡേറ്റ് പറയും. എനിക്ക് ഡേറ്റ് പറയാൻ കഴിയുന്നില്ല. ഇപ്പൊ ഇതന്നെ കണ്ടില്ല, ഇപ്പൊ 2 ആഴ്ച നീട്ടി വെച്ചു എന്ന് പറയുന്നു. അപ്പൊ അങ്ങനെ ഉമ്മാന്റെ നിർബന്ധത്തിനാണ് ഞാൻ ഉമ്മാനെ ഇവിടുന്ന് കൊണ്ടുപോയത് കാണിച്ചു കൊടുക്കാൻ വേണ്ടിട്ട്. തെറ്റിദ്ധാരണ നമുക്ക് ഉണ്ടായിട്ടില്ല. അതായത് പുറത്തുള്ള പല എന്താ പറയാ അപവാദ പ്രചരണങ്ങളും മറ്റും കമ്മിറ്റിക്കെതിരെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ കുടുംബത്തിന് അങ്ങനെ വിഷയം ഉണ്ടായില്ല. നമ്മളിപ്പോ അവര് ഉണ്ടാക്കിയ ഓരോ വലകള് നമുക്ക് കമ്മിറ്റിക്കും കുടുംബത്തിനും എന്താ പറയാ ഉൾക്കൊള്ളാൻ പറ്റാത്ത ഇതുണ്ടായിട്ടുണ്ട്. പക്ഷെ അത് ഇതിൽ ഇങ്ങോട്ട് എന്താ പറയാ ഇതിലേക്ക് ചിത്രീകരിക്കാൻ പറ്റില്ല. തിരിച്ചു വരാൻ ഓനും കൂട്ടി വരണമെന്ന് വെച്ചിട്ടാണ് പോയത്. അപ്പോൾ അവിടെ അങ്ങനെ കണ്ടമാനം നിൽക്കാൻ പറ്റില്ല. ഓന് വരുമ്പോൾ സ്വീകരിക്കാൻ നിങ്ങളവിടെ എത്തുന്നില്ല ആംബുലൻസ് പറഞ്ഞിട്ട് അങ്ങനെ മുന്നിട്ട് പോകുന്നതാണ്. അപ്പം ഓനും ഇങ്ങോട്ട് വരും ഉറപ്പെട്ട നാളെ എത്തും. അതിൻ്റെ മുന്നിലായിട്ട് ഞാൻ എത്തച്ച് അങ്ങോട്ട് പോകുന്നതാണ്. അവിടെ പോയി കണ്ടമാനം ഇപ്പോൾ അവിടെ നിൽക്കാൻ പറ്റുമോ? അതേ ഡേറ്റ് മാറ്റി ഇങ്ങോട്ട് വരാൻ ഒരുങ്ങുന്നു. അപ്പോൾ ഞാൻ നിർബന്ധിച്ച് അന്നൊന്ന് കൊണ്ടേക്ക് കാട്ടിത്തരി വരികയാണെങ്കിൽ ഒപ്പരം പോരാ എല്ലാം കണ്ടുപോരാന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയത്. ഇപ്പം ഇങ്ങനത്തെ എല്ലാം കേൾക്കുന്നു.
എത്രയും പെട്ടെന്ന് കഴിച്ചിലാകാനുള്ള പണികളൊക്കെ ചെയ്ത് കുട്ടിയൊന്നും ഇങ്ങോട്ട് എത്തിച്ചേരും മക്കളെ. കാണാൻ എത്ര കാലമായി ഇങ്ങനെ നീർന്ന് ഞാൻ പറഞ്ഞിട്ട് അങ്ങോട്ട് കണ്ടു പോന്നിക്കാന്നല്ലാതെ. നമുക്ക് കുറച്ച് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താ പറയുക, ഔദ്യോഗികമായിട്ടുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം കുറച്ച് നേരം സംസാരം കരഞ്ഞും കൊണ്ടും ആക്കിക്കൊണ്ട് എന്തൊക്കെ പറഞ്ഞൊന്നും പറയാൻ പറ്റില്ല. ചെന്നിട്ട് ഇങ്ങോട്ട് ഇത്രയും കൊല്ലമായിട്ടുണ്ട് മോനെ കാണില്ല. പെട്ടെന്ന് നമുക്ക് കണ്ടുപിടിച്ച് ഓനക്ക് ചായ കൊണ്ടേ കൊടുത്ത് ഓനിക്ക് ചായ ഒന്ന് ഞാൻ ചായ കുടിച്ച് ഓനക്ക് കൊടുത്ത് വലിൻ്റെ ഒപ്പമുള്ള വില ഉണ്ടാളി അതും കണ്ട് കുറച്ച് നേരം വർത്താനൊക്കെ പറഞ്ഞു. ഇനി വെച്ച് പോയിക്കോളി ഞാൻ അടുത്ത ആഴ്ച എന്നാണ്ട് കഴിച്ചിലാവും വരും എന്നൊക്കെ ഓനും പറഞ്ഞു. അവർ നല്ല പ്രതീക്ഷയിലായി, നമ്മളെല്ലാം പ്രതീക്ഷയിലായി. നമ്മളെ കമ്മിറ്റിവരൊക്കെ കണ്ടു, നമ്മളെ എംബസിയിൽ പോയി, അവരൊക്കെ നല്ലൊരു ഇതാണ്. എംബസി ഉദ്യോഗസ്ഥരൊക്കെ നമുക്ക് നല്ലൊരു എന്താ പറയുക ഒരു പ്രതീക്ഷ നമുക്ക് തന്നിരുന്നത്. ആ ഒരു പ്രതീക്ഷയോട് കൂടി നമ്മൾ നാട്ടിലേക്ക് തിരിച്ചതും. പക്ഷെ ഇപ്പോഴത്തെ ഒരു വാർത്ത നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. സമയത്ത് നല്ല കേൾക്കല്ലോ വരുമല്ലോ നാളെ അവിടെ എത്തല്ലോ എന്നുള്ള ആ ഒരു ഇതിൽ നിന്ന് നിൽക്കും. ഇപ്പം അങ്ങനത്തെ ആളെ കേൾക്കണം. ഇനിയിപ്പോൾ എന്താ ചെയ്യുക, നന്നാക്കി തെറ്റല്ല എന്ത് പറയാം. കയ്യനെ ഞാൻ കാത്തിരിക്കും. ഇരുന്നിരുന്ന് താൻ തെറ്റി എന്താ ഞാൻ ചെയ്യുന്നത്. അതേ ബെഞ്ച് തന്നെയാണ് ഇപ്പൊ ഇന്ന് ഇങ്ങനെ പറഞ്ഞതായിട്ടുള്ള വിവരം വരുന്നത്. പക്ഷെ അവിടുത്തെ നിയമം എല്ലാവർക്കും അറിയാലോ, പ്രൈവറ്റ് ഇതില് എല്ലാം കഴിഞ്ഞു. മാപ്പ് കൊടുക്കുന്നതോട് കൂടി റദ്ദ് ചെയ്ത് അവരുടെ കേസ് കഴിഞ്ഞു. പിന്നെ നമുക്ക് അവിടുന്ന് കിട്ടുന്ന പേര് എംബസിയിൽ നിന്ന് കിട്ടിയ പേര് ഇതാണ്, ഒരു 5 or 10 വർഷമാണ് ഒരു കൊലപാതകത്തിനുള്ള ശിക്ഷ. അപ്പോൾ അത് ഇതിലും കൂടെ ആയതുകൊണ്ട് 18 വർഷം ആയതുകൊണ്ട് അപ്പോൾ അതിൽ മൈനസ് ചെയ്ത് അവർക്ക് എന്താ പറയുക നാട് പിടിക്കാം, നാട് കടത്താന്നുള്ള. അതെ അതെ, അങ്ങനെയാണ് നമുക്ക് തന്നിരുന്ന വിവരം. പക്ഷെ ഇതിപ്പം നേരെ ഓപ്പോസിറ്റ് ആയിട്ട് ഇങ്ങനെ വരുന്നു, എന്താണെന്നറിയില്ല. അതെ അതെ അതെ, എല്ലാവർക്കും അറിയാലോ. പക്ഷെ സൗദിന്റെ നിയമം എന്താ പറയാ, കൊലക്ക് കൊല എന്നുള്ളതും പിന്നെ അല്ലെങ്കിൽ അപ്പം ഓപ്പോസിറ്റ് ടീം മാപ്പ് കൊടുക്കുക എന്നുള്ളതാണല്ലോ. അതിപ്പോ സംഭവിച്ചു, ഒരു ദിയാപണം വാങ്ങിച്ച മാപ്പ് തന്നല്ലോ. ഇപ്പൊ ഈ ഗവൺമെന്റ് പ്രൊസീജിയർ എന്താണ് ഇങ്ങനെ വൈകുന്നതെന്ന് മനസ്സിലാവുന്നില്ല. പോട്ടെ. സൗദി ജയിലിൽ കഴിയുന്ന അബ്ദുൾ റഹീമിന്റെ മോചനം സംബന്ധിച്ചുള്ള വിധി ഇന്നുണ്ടാകുമെന്ന് കരുതിയിരുന്നു. 34 ലക്ഷത്തോളം ക്രൗഡ് ഫണ്ടിംഗ് കൂടി നടത്തിയാണ് സൗദിയിൽ കൊല്ലപ്പെട്ട ബാലന്റെ കുടുംബം സമ്മതിച്ചതനുസരിച്ച് ദയാധനം കൈമാറിയത്. പക്ഷേ ഇന്ന് ആ വിധി ഉണ്ടായില്ല. 18 വർഷത്തോളം റഹീം ജയിലിൽ കഴിഞ്ഞതാണ്. അതുകൊണ്ട് തന്നെ പബ്ലിക് റൈറ്റ് ആക്ട് പ്രകാരം ഇനി കൂടുതൽ കാലം ശിക്ഷ വെച്ച് താമസിപ്പിക്കാതെ പുറത്തിറങ്ങാൻ കഴിയുമെന്നുള്ളൊരു പ്രതീക്ഷയൊക്കെ ഉണ്ടായിരുന്നു. പബ്ലിക് പ്രോസിക്യൂഷന്റെ നിലപാടൊക്കെ വലിയ നിർണായകമാകും എന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ അതുണ്ടായിട്ടില്ല. ഔദ്യോഗികപരമായിട്ടുള്ള അറിയിപ്പ് അല്പസമയത്തിനകം ലഭിക്കുമെന്നുകൂടി റഹീമിന്റെ കുടുംബാംഗങ്ങൾ പറയുമ്പോൾ MS അനീഷ് കുമാർ അവിടെ നിന്ന് നമുക്കൊപ്പം ചേരുന്നു. അനീഷ്, മകനെയും കൂട്ടി തിരികെ വരാം എന്നുള്ള പ്രതീക്ഷയിൽ മടങ്ങിപ്പോയ സൗദിയിലേക്ക് പോയ റഹീമിന്റെ ഉമ്മ അങ്ങനെ അല്ലാതെ തിരിച്ചു വരേണ്ടി വരുന്നു. അത്യന്തം നിരാശ. ഇത്രയും വർഷത്തോളം ജയിലിലായിരുന്ന മകൻ ഇത്രയും വലിയ ഇടപെടലുകൾ ഉണ്ടായിട്ട് പോലും തിരികെ എത്തുന്നത് സംബന്ധിച്ചൊരു അവ്യക്തത തുടരുന്നു എന്നാണോ പറയുന്നത്? ഇതിന്റെ ഒരു ഔദ്യോഗികമായിട്ടുള്ള ഒരു വിവരം ലഭ്യമായിട്ടുണ്ടോ? എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരു ഔദ്യോഗികമായ വിവരം ഇനി വന്നിട്ടില്ല എന്നാണ് കുടുംബം പറയുന്നത്. എന്തായാലും അവിടെ നിന്നും അവിടെ നിന്നും ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് 2 ആഴ്ചത്തെ കൂടി കേസ് മാറ്റിയിരിക്കുന്നു. നേരത്തെ ഈ ദയാധനം സ്വീകരിച്ച് ഈ മാപ്പ് നൽകാൻ തീരുമാനമെടുത്ത ബെഞ്ച് തന്നെയാണ് ഇപ്പോൾ കേസ് പരിഗണിക്കുന്നത്. നേരത്തെ ഈ കേസുമായി ബന്ധപ്പെട്ട് ദയാധനം സ്വീകരിച്ച് ഈ മാപ്പ് സാക്ഷി അല്ലെങ്കിൽ മാപ്പ് നൽകിയ കോടതി മറ്റൊരു ബെഞ്ച് പരിഗണിക്കുമെന്നാണ് അറിയിച്ചിരുന്നത്. അത് കാരണം കുറച്ച് മാസങ്ങൾ മുന്നോട്ട് നീങ്ങി. അതിനുശേഷമാണ് ചീഫ് ജസ്റ്റിസ് അതേ ബെഞ്ച് തന്നെ ഇക്കാര്യത്തിൽ വാദം കേൾക്കണമെന്ന നിർദ്ദേശം നൽകിയത്. അത് അടിസ്ഥാനപ്പെടുത്തിയാണ് ഇന്ന് വാദം കേട്ടത്. ഇന്ന് ഒരുപക്ഷെ ഉത്തരവ് വരും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയായിരുന്നു കുടുംബം. എന്നാൽ 2 ആഴ്ചത്തെ കൂടി കേസ് മാറ്റിയിരിക്കുന്ന ഒരു നടപടിക്രമമാണ്. എന്താണ് ഇത്തരത്തിൽ ഇന്നും കേസ് മാറ്റാൻ എന്നതിനെക്കുറിച്ച്
കുടുംബത്തിന് ഇപ്പോഴും വ്യക്തതയില്ല. ഇന്ന് ഇക്കാര്യത്തിൽ ഒരു തീരുമാനമാവും. ഇന്ന് ഈ പുറത്തേക്ക് വരാനുള്ള ഉത്തരവ് ഇറങ്ങും എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. കാരണം സൗദിയിൽ ഈ വധശിക്ഷയുമായി ബന്ധപ്പെട്ട ശിക്ഷയാണെങ്കിൽ പോലും, കുറ്റവുമായി ബന്ധപ്പെട്ട ശിക്ഷയാണെങ്കിൽ പോലും 10 വർഷം തടവൊക്കെയാണ് ലഭിക്കുക. ഇത് 18 വർഷം കഴിഞ്ഞ സാഹചര്യത്തിൽ തടവ് ശിക്ഷയുടെ കാലാവധി തന്നെ കഴിയുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഡീപ്പോർട്ട് ചെയ്യുക, അതായത് സൗദിയിൽ നിന്നും പുറത്താക്കുക എന്നൊരു നടപടി അധികം വൈകാതെ ഉണ്ടാകുമെന്ന ഒരു വിവരങ്ങൾ തന്നെയാണ് കുടുംബത്തിന് ലഭിച്ചതും. പക്ഷേ അക്കാര്യത്തിൽ ഇപ്പോഴും ഒരു തീരുമാനം വന്നിട്ടില്ല. എന്താണ് പിന്നീട് സംഭവിക്കുന്നതിനെക്കുറിച്ച് ഒരു വ്യക്തമായ ചിത്രം ഇപ്പോഴും കുടുംബത്തിന് ലഭ്യമാവുന്നില്ല. എന്തായാലും ഉമ്മയും സഹോദരനും അടക്കമുള്ളവർ സൗദിയിലേക്ക് പോയിരുന്നു, റഹീമിനെ കണ്ടിരുന്നു. അതിനുശേഷം ഇന്ന് പുലർച്ചെയാണ് അവർ നാട്ടിലേക്ക് മടങ്ങിയെത്തിയത്. ഒരുപക്ഷെ റഹീമുമായി നാട്ടിലേക്ക് മടങ്ങിയെത്താം എന്ന പ്രതീക്ഷയിലായിരുന്നു ഉമ്മയും സഹോദരനും ഒക്കെ ഉള്ളത്. പക്ഷേ അനിശ്ചിതമായി ഒരു ഉത്തരവ് ലഭിക്കുന്നത് വരെ നാട്ടിൽ കഴിയാനുള്ള ഒരു സാഹചര്യമില്ല. അതുകൊണ്ട് തന്നെ അവർ നാട്ടിലേക്ക് മടങ്ങിയെത്തുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും നാട് ഒന്നാകെ ഒരാളുടെ ജീവന് വേണ്ടി അണിനിരുന്ന കാഴ്ചയാണ് നമ്മൾ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് കണ്ടത്. എല്ലാ പരിഗണനകൾക്കും അപ്പുറം, രാഷ്ട്രീയ മത വർഗീയ വ്യതിയാനങ്ങൾക്കൊക്കെ അപ്പുറം ഒറ്റക്കെട്ടായി ജനങ്ങൾ അണിനിരക്കുകയും അവർ പണം നൽകുകയും ഈ പണം ഉപയോഗിച്ച് സൗദി ബാലൻ്റെ മരിച്ച കുട്ടിയുടെ കുടുംബത്തിന് ദയാദിനമായി നൽകുകയും ചെയ്തു. പക്ഷേ അതിനുശേഷമുള്ള നടപടിക്രമങ്ങളാണ് ഇപ്പോൾ അനിശ്ചിതമായി നീണ്ടു പോന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും അതിൻ്റെ ഒരു നിരാശ കുടുംബത്തിൻ്റെ വാക്കുകളുണ്ട്, അമ്മയുടെ വാക്കുകളിൽ. എങ്ങനെയെങ്കിലും തൻ്റെ മകനെ ഒന്ന് നാട്ടിലെത്തിച്ചാൽ മതി എന്നാണ് അവർ പറയുന്നത്. നേരത്തെ മകനെ ഒരു നോക്ക് കാണാനായി, കാരണം 18 വർഷത്തിന് മുമ്പാണ് മകനെ അവസാനമായി കണ്ടത്. അങ്ങനെ കാണാനുള്ള ആഗ്രഹം അടക്കാനാവാതെ ആ അമ്മ കടൽ കടന്ന് വിദേശത്തേക്ക് പോവുകയും മകനെ കാണുകയും സംസാരിക്കുകയും തിരിച്ചു വരികയും ഒക്കെ ചെയ്തിരുന്നു. ഇനിയും എത്രയും പെട്ടെന്നൊന്ന് മകനെ തൻ്റെ വീട്ടിലെത്തിയാൽ, തൻ്റെ സുരക്ഷിതമായ കരവലയത്തിൽ എത്തിച്ചാൽ മാത്രമേ തനിക്കൊരു സമാധാനം ലഭിക്കൂ എന്നാണ് ആ കുടുംബം പറയുന്നത്. എന്തായാലും ഇന്ന് കോടതിയിൽ നടന്ന ഔദ്യോഗിക നടപടിക്രമങ്ങൾ എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പസമയത്തിനകം ഒരു വ്യക്തമായ ചിത്രം കിട്ടും. എന്താണ് ഈ മോചനം വൈകുന്നതിനുള്ള സാങ്കേതിക നടപടിക്രമങ്ങൾ, സാങ്കേതിക നൂലാമാല എന്താണ് എന്നതിനെക്കുറിച്ച് നമുക്ക് അല്പസമയത്തിനകം വിവരം ലഭിക്കും. MS അനീഷ് കുമാർ വിവരങ്ങൾ നൽകുമ്പോൾ നിരാശയിൽ അബ്ദുൾ റഹീമിന്റെ കുടുംബവും ഉമ്മയും. ഏതായാലും ഔദ്യോഗികമായിട്ടുള്ള ഉത്തരവ് വന്നിട്ടില്ല. എന്തുകൊണ്ട് ഇന്ന് കേസ് പരിഗണിച്ചില്ല, എന്തുകൊണ്ട് ആ നിർണായകമായിട്ടുള്ള മോചന ഉത്തരവ് ഉണ്ടായിട്ടില്ല എന്നുള്ളതിൻ്റെ എല്ലാം ഉത്തരം അല്പസമയത്തിനകം ലഭിക്കുമെന്ന് കൂടിയാണ് റഹീമിന്റെ കുടുംബാംഗങ്ങൾ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. മറ്റൊരു വാർത്തയിലേക്ക് നോക്കിയാൽ കോഴിക്കോട് ജില്ലയിൽ ഇന്ന് കോൺഗ്രസ് ആഹ്വാനം ചെയ്ത ഹർത്താലിൽ ഉണ്ടായത് വ്യാപകമായിട്ടുള്ള ആക്രമണങ്ങൾ. കോൺഗ്രസ് പ്രവർത്തകർ കടകൾ അടപ്പിച്ചു, വാഹനങ്ങളും തടഞ്ഞു. പ്രവർത്തകരും പോലീസും തമ്മിൽ വാക്കേറ്റവും കയ്യാങ്കളിയും ഉണ്ടായി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് പോലീസ് സഹായത്തോടെ CPM അട്ടിമറിച്ചു എന്നാരോപിച്ചായിരുന്നു കോൺഗ്രസ് ഹർത്താലുമായി മുന്നോട്ട് പോയത്. ജില്ലയിലെ ഗ്രാമപ്രദേശങ്ങളിൽ ഹർത്താൽ പൂർണ്ണമായിരുന്നെങ്കിലും നഗരത്തിലെ ജനജീവിതത്തെ ഹർത്താൽ കാര്യമായി ബാധിച്ചിരുന്നില്ല. സ്വകാര്യ ബസ്സുകളടക്കം സർവീസ് നടത്തുകയും കടകൾ തുറക്കുകയും ചെയ്തു. ഹർത്താലിനോട് സഹകരിക്കില്ലെന്ന് വ്യാപാരി വ്യവസായി ഏകോപന സമിതി നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. പ്രകടനമായെത്തിയ ഹർത്താൽ അനുകൂലികൾ സ്വകാര്യ ബസ്സുകൾ തടഞ്ഞു, കടകൾ നിർബന്ധിച്ചടപ്പിച്ചു. ബസ് ജീവനക്കാരും കടയുടമകളും സമരാനുകൂലികളും തമ്മിൽ പലയിടങ്ങളിലും വാക്കേറ്റമുണ്ടായി. ദീർഘദൂര ബസ്സുകൾക്കൊപ്പം സിറ്റി ബസ്സുകളും സർവീസ് നടത്തിയതാണ് പ്രവർത്തകരെ പ്രകോപിപ്പിച്ചത്. രാഷ്ട്രീയപരമായി നേഹരായും നേരിടും. ഈ തെരഞ്ഞെടുപ്പ് റദ്ദാക്കും, ഒരു സംശയവുമില്ല. നിങ്ങളിത് കണ്ടില്ലേ, കേരളത്തിന്റെ ചരിത്രത്തിൽ അടുത്തൊന്നും കേട്ടുകളില്ലാത്ത പണ്ട് കണ്ണൂരിൽ നടക്കുന്ന രീതിയാണ് കോഴിക്കോട് വായിപ്പിച്ചത്. ഇതിന് CPM-നെ കൊണ്ട് ഉത്തരം പറയിപ്പിക്കും. ഭരിക്കുന്ന സംഘടനയെ കൊണ്ടും ഭരിക്കുന്ന പാർട്ടിയെ കൊണ്ടും സർക്കാരിനെ കൊണ്ടും പോലീസിനെ കൊണ്ടും ഉദ്യോഗസ്ഥരെ കൊണ്ടും മറുപടി പറയിച്ചിട്ടേ കോൺഗ്രസിന് ഇഷ്ടമുള്ളൂ. കടകൾ നിർബന്ധിച്ചടപ്പിക്കാനുള്ള ശ്രമങ്ങൾ കടയുടമകൾ എതിർത്തു. പോലീസ് ഇടപെട്ടതോടെ പോലീസും പ്രതിഷേധക്കാരും തമ്മിൽ പലവട്ടം കയ്യാങ്കളിയുണ്ടായി. ചേവായൂർ സർവീസ് സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പിനിടെയുണ്ടായ സംഘർഷത്തിന്റെ തുടർച്ചയായിട്ടാണ് ഇന്ന് ജില്ലയിൽ ഹർത്താൽ പ്രഖ്യാപിച്ചത്. ഇന്നലെ നടന്ന ബാങ്ക് തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസ് വിമതർ CPM പിന്തുണയോടെ ഭരണം പിടിച്ചിരുന്നു. ന്യൂസ് 18 കോഴിക്കോട്. ചേവായൂർ ബാങ്ക് ഭരണം പിടിക്കാൻ CPM പോലീസിനെയും ഗുണ്ടകളെയും ഉപയോഗിച്ചെന്ന് VD സതീശൻ. സഹകരണ രംഗത്ത് സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും UDF പിൻവലിക്കുമെന്നും VD സതീശൻ പറഞ്ഞു. ഇന്നലെ നടന്നത് സഹകരണ ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ്. അതിന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും കൂട്ടുനിന്നു. 5000-ഓളം ആളുകളെയാണ് വോട്ട് ചെയ്യാൻ വന്നവരെ ആട്ടിയോടിച്ചത്. 3000-ഓളം പേർ കള്ളവോട്ട് ചെയ്യാൻ വേണ്ടി CPM ജില്ലയിൽ നിന്നുള്ള മുഴുവൻ ക്രിമിനലുകളെയും സംഘടിപ്പിച്ചുകൊണ്ട് പോലീസിന്റെ സഹായത്തോടു കൂടി
വോട്ട് ചെയ്യാൻ വന്ന 5000-ഓളം ആളുകളെ ആട്ടിപ്പായിച്ചു. ക്രൂരമായ മർദ്ദനമാണ് അവിടെ കോൺഗ്രസ് പ്രവർത്തകരും വോട്ട് ചെയ്യാൻ വന്ന സാധാരണക്കാരും ഏറ്റുവാങ്ങേണ്ടി വന്നത്. ഒരു ബാങ്ക് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. ഒരു കാര്യം മനസ്സിലാക്കേണ്ടത്, കേരളത്തിലെ സഹകരണ ബാങ്കുകൾ ഒരു കാലത്തും ഇല്ലാത്ത പ്രതിസന്ധിയിലൂടെ പോകുന്ന കാലത്ത് എല്ലാവരും ഒരുമിച്ച് നിന്ന് അതിനെ സംരക്ഷിക്കണം എന്ന് മുഖ്യമന്ത്രിയും സഹകരണ മന്ത്രിയും പറഞ്ഞ് നാവെടുക്കുന്നതിന് മുമ്പാണ് ഞങ്ങളുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘത്തെ പോലീസിനെ ഉപയോഗിച്ചും അതുപോലെ ഗുണ്ടകളെ ഉപയോഗിച്ചും പിടിച്ചെടുക്കാൻ, ക്രൂരമായ മർദ്ദനം അയച്ചുവിട്ട് പിടിച്ചെടുക്കാൻ ശ്രമിച്ചത്. ഒരു കാര്യം ഞാൻ വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു, സഹകരണ രംഗത്ത് ഈ സർക്കാരിനുള്ള മുഴുവൻ പിന്തുണയും ഞങ്ങൾ പിൻവലിക്കുന്നു. അതേസമയം KPCC പ്രസിഡന്റിന്റെ കൊലവിളി പ്രസംഗത്തിലുള്ള തിരിച്ചടിയാണ് ചേവായൂർ സഹകരണ ബാങ്ക് തെരഞ്ഞെടുപ്പ് ഫലമെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ് പ്രതികരിച്ചു. ഈ സംഘർഷത്തിന് പിന്നിൽ കോൺഗ്രസ് ആണ്. സുധാകരന്റെ ആഹ്വാനമനുസരിച്ചാണ് കോൺഗ്രസ് അതിക്രമം നടത്തുന്നതെന്നും റിയാസ് ആരോപിച്ചു. KPCC പ്രസിഡന്റ് ശ്രീ K. സുധാകരൻ ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ കോഴിക്കോട് വരികയും കൊലവിളി പ്രസംഗം നടത്തുകയാണ് ചെയ്തത്. കൈ വെട്ടും കാല് വെട്ടും കൊലപ്പെടുത്തുമെന്നൊക്കെ കേരളത്തിൽ അറിയപ്പെടുന്ന ഒരു കോൺഗ്രസ് നേതാവ്, ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന ഒരു കോൺഗ്രസ് നേതാവ് പ്രഖ്യാപിക്കുകയാണ്. അതുകൂടി ഈ വോട്ടിംഗ് പാറ്റേണിനെ ബാധിച്ചിട്ടുണ്ട്. BJPക്കെതിരെ ഒന്നും പറയാത്തവരാണ് കോൺഗ്രസ് നേതൃത്വം. ഈ KPCC പ്രസിഡന്റൊക്കെ ശക്തമായിട്ട് BJPക്കെതിരെ എന്തെങ്കിലും പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടോ? എന്നാൽ കോൺഗ്രസ് വിട്ട് പുരോഗമന രാഷ്ട്രീയത്തോട് താല്പര്യം പ്രകടിക്കുന്നവരെ വ്യക്തിഹത്യ നടത്തുകയും കൊലവിളി നടത്തുകയും ചെയ്യുന്ന രീതിയാണ്. 61 കൊല്ലമായി കോൺഗ്രസിൻ്റെ കൈവശമുണ്ടായിരുന്ന, കോൺഗ്രസിൻ്റെ വളർച്ചയ്ക്ക് കാരണമായി മാറിയിരുന്ന ഒരു ബാങ്ക് 8000-ഓളം വരുന്ന പരമ്പരാഗത കോൺഗ്രസ് വോട്ടർമാർ ഉൾപ്പെടെയുള്ളവർ വോട്ട് ചെയ്ത് പരാജയപ്പെടുത്തിയിരിക്കുകയാണ്. ഇതൊരു സാമ്പിൾ ഡോസാണ്. ഇനി പാലക്കാട്ടെ ക്ലൈമാക്സ്. കോൺഗ്രസിൽ ചേർന്ന സന്ദീപ് വാര്യർ പാണക്കാട് എത്തി. PK കുഞ്ഞാലിക്കുട്ടിയും സാദിഖ് അലി തങ്ങളും ഉൾപ്പെടെ സന്ദീപ് വാര്യരെ സ്വീകരിച്ചു. യഥാർത്ഥത്തിന്റെ രാഷ്ട്രീയ ഭൂമികയിലേക്ക് സന്ദീപ് വന്നതിൽ സന്തോഷമെന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളും പ്രതികരിച്ചു. എൻ്റെ ഈ വരവ്, പ്രത്യേകിച്ചും തങ്ങളുടെ അനുഗ്രഹം തേടിയിട്ടുള്ള എൻ്റെ ഈ വരവ് തീർച്ചയായിട്ടും അത്തരത്തിലുള്ള തെറ്റിദ്ധാരണകൾ മാറ്റാൻ സഹായകമായിരിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ട്. ഇവിടുന്ന് അങ്ങോട്ടുള്ള എൻ്റെ ഈ പ്രയാണത്തിൽ ഈ കുടുംബത്തിൻ്റെ, തങ്ങളുടെ ഒക്കെ അനുഗ്രഹം എനിക്ക് ആവശ്യമുണ്ട്. എങ്ങനെയാണ് ഒരു ഡൗൺ ടു എർത്ത് ആയിട്ട് ഒരു മനുഷ്യന് പെരുമാറാൻ സാധിക്കും? ഇത്ര കേരളത്തിലെ ഉന്നതമായ അധികാര സ്ഥാനങ്ങളിലൊക്കെ ഇരുന്ന ഒരാൾ എങ്ങനെയാണ് ഇത്ര ഡൗൺ ടു എർത്ത് ആയിട്ട് പെരുമാറാൻ സാധിക്കുന്നത്? ഞാൻ അനുഭവത്തോടെ കണ്ടെന്ന് വിട്ട് എൻ്റെ പാർട്ടിയിലെ, പഴയ പാർട്ടിയിലെ ചില നേതാക്കന്മാര് ഇദ്ദേഹത്തെയൊക്കെ കണ്ടു പഠിച്ചിരുന്നെങ്കിൽ എന്ന് ഞാൻ അന്നേ ആഗ്രഹിച്ചിരുന്നു. സന്ദീപിന് വലിയ കസേര കിട്ടട്ടെ എന്നാണല്ലോ പറഞ്ഞത്. ഇരിക്കുന്ന കസേരയുടെ മഹത്വം അറിയാത്തവരാണ് ആ രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പറയുന്നത്. ഇപ്പോൾ ഇന്ന് എനിക്ക് കിട്ടിയിട്ടുള്ളത് ഒരു വലിയ കസേര തന്നെയാണ്. കൊടപ്പനക്കൽ തറവാട്ടിൽ വന്ന് തങ്ങളുടെ കൂടെ ഇരിക്കാൻ ഒരു കസേര കിട്ടിയിട്ടുണ്ടെങ്കിൽ അത് വലിയ കാര്യം തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ കഴിഞ്ഞ കാലങ്ങളിലുള്ള നിലപാടുകളൊക്കെ മാറ്റി മതേതരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും സൗഹാർദ്ദത്തിൻ്റെയും രാഷ്ട്രീയ ഭൂമിയിലേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏറെ സന്തോഷമുണ്ട്. ക്ഷേത്രങ്ങളൊക്കെ തന്നെ കണ്ട പരിചയമുണ്ട്. ഒരു ബന്ധം ഇവിടെ കടന്നു വന്നതുകൊണ്ട് ഞങ്ങളത് കൂടുതൽ ആസ്വദിക്കുകയാണ്. എല്ലാ വിജയങ്ങളും നേടുന്നു. സന്ദീപിന്റെ വരവോടെ ദേശീയ പ്രാധാന്യമുള്ള സംഭവമാണ് ഉണ്ടായതെന്ന് PK കുഞ്ഞാലിക്കുട്ടി പറഞ്ഞു. BJP ആണ് അവസാന അഭയകേന്ദ്രമെന്ന ചിന്താഗതിക്കാണ് സന്ദീപിന്റെ കോൺഗ്രസ് പ്രവേശനത്തോടെ മാറ്റം വന്നതെന്നും PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. പാണക്കാട് വന്നു, തങ്ങളുടെ വീട്ടിൽ വന്നു എന്ന് പറയുന്നത് മതസൗഹാർദ്ദം ഉയർത്തിപ്പിടിക്കാനുള്ള ഒരു അഭിവാഞ്ഛയാണ്. നാളെ UDFന്റെ എല്ലാ ലീഡേഴ്സിനെയും ശ്രീ സന്ദീപ് വാര്യർ കാണും. അവിടെ ബിഷപ്പ്മാരും അതുപോലെ തന്നെ മതപണ്ഡിതന്മാരെല്ലാവരും ഉണ്ടാവും. അങ്ങനെയുള്ള ഒരു കൾച്ചർ, ജീവിതം വേണം എന്നുള്ളതാണ്. ഒരു വളരെ വിഭാഗീയമായ തരത്തിൽ പോകുന്നതിനോട് താല്പര്യമില്ല, അത് മനം മടുത്തു എന്ന് അദ്ദേഹം പറഞ്ഞു. അതാണ് നമ്മൾ
സ്വാഗതം ചെയ്യുന്ന ഏറ്റവും വലിയ വശം അവസാന അഭയകേന്ദ്രം BJP അല്ല. അവസാനം ഇന്ത്യയെ രക്ഷിക്കാൻ കോൺഗ്രസിനും ഇന്ത്യ മുന്നണിക്കും തന്നെ സാധിക്കുള്ളൂ എന്നുള്ളത് ആണ് ഇന്നിപ്പോൾ ഇവിടെ കുത്തിയിരിക്കുന്ന ഈ തർക്കത്തിൻ്റെ അർത്ഥം. കൂടുതൽ വരും സംശയമില്ല. സന്ദീപ് വാര്യർ കോൺഗ്രസിൽ വന്നതിൽ CPM-ന് അസ്വസ്ഥത എന്തിനാണെന്ന് VD സതീശൻ ചോദിക്കുന്നു. RSSൽ നിന്ന് വന്നവരെ മാലയിട്ട് CPM കണ്ണൂരിൽ സ്വീകരിച്ചതാണ്. വെറുപ്പിന്റെ രാഷ്ട്രീയം വിട്ട് ഇനിയും പലരും കോൺഗ്രസിൽ ചേരും. സന്ദീപ് വാര്യർ CPM-ൽ ചേർന്നിരുന്നെങ്കിൽ മുഖ്യമന്ത്രിക്ക് ബാബറി മസ്ജിദ് കുഴപ്പമുണ്ടാകില്ലായിരുന്നുവെന്നും VD സതീശൻ പറഞ്ഞു. CPM നേതാക്കന്മാരെ CPM-ന്റെ പ്രവർത്തകരെ കൊല ചെയ്യാൻ നേതൃത്വം RSSന്റെ ഭാഗത്ത് നിന്ന് കൊണ്ടുപോയ RSS നേതാവിനെ ഈ പിണറായി വിജയൻ മാലയിട്ട് കണ്ണൂരിൽ സ്വീകരിച്ചല്ലോ. അപ്പോൾ എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ഈ ബാബറി മസ്ജിദിൻ്റെ രാഷ്ട്രീയവും ഈ മതേതര രാഷ്ട്രീയവും? കണ്ണൂരിൽ RSS CPM നേതാക്കന്മാരെ കൊല്ലാൻ നേതൃത്വം കൊടുത്ത അവരുടെ കൊല്ലാൻ നേതൃത്വം ഒരു കാലത്ത് CPM RSS സംഘർഷമുണ്ടായിരുന്ന കാലത്ത് ഒരു വശത്ത് നിന്ന് RSSനത് നേതൃത്വം കൊടുത്ത ഒരു നേതാവിനെ CPM-ലേക്ക് മാലയിട്ട് സ്വീകരിച്ചല്ലോ. അന്ന് എവിടെ പോയി ഇദ്ദേഹത്തിൻ്റെ ആദർശം? പറയുമ്പോൾ ഒന്ന് ഓർത്ത് പറഞ്ഞാൽ നന്നായിരിക്കും. ഇല്ലെങ്കിൽ ഈ സ്വന്തം ബുദ്ധിമുട്ട് പുറത്താവും. ഇനിയും ആളുകൾ വരും. വെറുപ്പിൻ്റെ രാഷ്ട്രീയം വിട്ട്, ഈ ദുർഭരണത്തിൻ്റെ രാഷ്ട്രീയം വിട്ട്, ഈ ജീർണതയുടെ രാഷ്ട്രീയം വിട്ട് ഒരുപാട് പേര് വരും. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിലെ എതിർപ്പ് പരസ്യമാക്കുകയാണ് വീണ്ടും കെ മുരളീധരൻ. സന്ദീപ് രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായി അധിക്ഷേപിച്ചിട്ടുണ്ട്. ഗാന്ധി വധത്തെ ന്യായീകരിച്ചിട്ടുണ്ട്. സന്ദീപ് കോൺഗ്രസിൽ ചേരുന്നത് താൻ അറിഞ്ഞത് മാധ്യമങ്ങളിലൂടെയാണ്. സന്ദീപ് വന്നില്ലെങ്കിലും പാലക്കാട് UDF ജയിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു. ഞാൻ സന്ദീപ് വാര്യരുടെ കാര്യത്തിൽ എനിക്ക് 2 അബ്ജക്ഷണം മാത്രമേ ഉള്ളൂ. ഒന്ന്, അദ്ദേഹം ഗാന്ധി വധത്തിനെ ന്യായീകരിച്ചു. 2, രാഹുൽ ഗാന്ധിയെ വ്യക്തിപരമായിട്ട് അദ്ദേഹം വിമർശിച്ചു. അപ്പോൾ വിമർശനം 2 രീതിയിലുണ്ട്. പൊളിറ്റിക്കൽ അറ്റാക്കും ഉണ്ട്, പൊളിറ്റിക്കൽ ക്രിറ്റിസിസവും ഉണ്ട്, പേഴ്സണൽ ക്രിറ്റിസിസവും ഉണ്ട്. ഇന്നലെ സന്ദീപ് വാര്യർ നടത്തിയത് പൊളിറ്റിക്കലാണ്. ആര് സുരേന്ദ്രനെ പറ്റി അദ്ദേഹം പറഞ്ഞത് ഞങ്ങളും അംഗീകരിക്കുന്ന കാര്യം, അത് പൊളിറ്റിക്കൽ അറ്റാക്കാണ്. അത് 100% ശരിയാണെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം. പക്ഷേ രാഹുൽ ഗാന്ധിയെക്കുറിച്ച് അദ്ദേഹം പറഞ്ഞ അതൊന്നുമല്ല. ഈ 2 കാരണങ്ങൾ കൊണ്ട് മാത്രമാണ് സന്ദീപ് വാര്യരുടെ വരവിനെ മാത്രം ഞാൻ എതിർത്തത്. പക്ഷേ പാർട്ടി ഒരു നിലപാട് സ്വീകരിച്ചു. അദ്ദേഹത്തിനെ സ്വീകരിക്കാൻ തീരുമാനിച്ചു. അത് ഇന്നലെ മുതൽ കോൺഗ്രസ്സുകാരനായി. ഇന്ന് പാണക്കാട് സാദിഖ് അലി ശിഹാബ് തങ്ങളെ കണ്ടതോടുകൂടി അത് UDF-കാരന്. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തെ വലതുപക്ഷ മാധ്യമങ്ങൾ മഹത്വവൽക്കരിക്കുകയാണെന്നാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പ്രതികരിച്ചത്. സന്ദീപ് കോൺഗ്രസിലെത്തിയതിൽ ലീഗ് അണികൾക്കും അമർഷമുണ്ട്. പാണക്കാട് പോയതുകൊണ്ട് അത് മാറില്ലെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതികരണം. ഒരാൾ വന്നപ്പോ സ്വാഭാവികമായും ഇന്നലെ വരെയുള്ള കാര്യങ്ങൾ ഇവിടെയുള്ള എല്ലാവർക്കും അറിയാലോ. അറിയുന്ന കൂട്ടത്തിൽ ലീഗ് അണികളുമുണ്ടല്ലോ. പാലക്കാട്ടുള്ള ലീഗ് അണികളും മതനിരപേക്ഷ ചിന്താഗതിക്കാരും ന്യൂനപക്ഷ വിഭാഗത്തിൽപ്പെട്ടവരും എല്ലാം ഇദ്ദേഹം ഇന്നലെ വരെ എന്ത് നിലപാടായിരുന്നു സ്വീകരിച്ചത് എന്ന് നല്ലതുപോലെ അറിയാവുന്നവരാണല്ലോ. അവരിലെല്ലാമുള്ള അമർഷവും പ്രതിഷേധവും പാണക്കാട് പോയി 2 വർത്തമാനം പറഞ്ഞാൽ ശമിപ്പിക്കാൻ കഴിയുമോ എന്നതാണ് ഈ സന്ദർശനത്തിന്റെ പിന്നിലെന്ന് സ്വാഭാവികമായും മനസ്സിലാക്കാൻ കഴിയും. സാദിഖ് അലി തങ്ങളെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വിമർശിച്ചു. തങ്ങൾ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണ അനുയായിയെ പോലെ പെരുമാറുന്നുവെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ വിമർശനം. ഇപ്പോഴത്തെ സാദിഖ് അലി തങ്ങളെ പോലെയല്ല. സാദിഖ് അലി തങ്ങൾ ഇപ്പോ ജമാഅത്തെ ഇസ്ലാമിയുടെ സാധാരണഗതിയിലുള്ള ഒരു അനുയായിയുടെ മട്ടിൽ പെരുമാറുന്നയാളാണ്. മുഖ്യമന്ത്രി സംഘപരിവാറിനെ സന്തോഷിപ്പിക്കുന്നുവെന്ന് VD സതീശന്റെ പ്രതികരണം. പാണക്കാട് തങ്ങളെക്കുറിച്ച് മോശമായി പറഞ്ഞാൽ സംഘപരിവാറിന് സുഖിക്കുമെന്ന് കരുതിയാണ് മുഖ്യമന്ത്രി പലതും പറയുന്നത്. നേരത്തെ മുസ്ലിം ലീഗിനെ സുഖിപ്പിച്ചെങ്കിലും അവർ വരില്ല എന്ന് മനസ്സിലായെന്നും VD സതീശൻ പറഞ്ഞു.
സംഘപരിവാറിനെ സന്തോഷിപ്പിക്കൽ, സംഘപരിവാറിനെ സുഖിപ്പിക്കൽ, ഇതെല്ലാം ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഭാഗമാണ്. മുസ്ലിം ലീഗ് ജനാധിപത്യ പാർട്ടിയാണ്, മുസ്ലിം ലീഗ് ഭയങ്കര സംഭവമാണ്, ഇടതുമുന്നണിയിലേക്ക് വന്നാൽ സ്വാഗതം ചെയ്യുന്നു, ഇതേ നാവുകൊണ്ട് തന്നെയല്ലേ പറഞ്ഞത്. ഇപ്പോൾ പാണക്കാട് തങ്ങൾ മോശക്കാരനായി. കാരണം പാണക്കാട് തങ്ങൾ പറഞ്ഞു മുസ്ലിം ലീഗ് UDF ഇട്ടു പോകുമെന്നും വാർത്ത പ്രചരിപ്പിച്ചു CPM. അപ്പോൾ പാണക്കാട് തങ്ങൾ ഒറ്റ വാചകത്തിൽ മറുപടി പറഞ്ഞു. എന്താ മറുപടി പറഞ്ഞത്? UDFൽ നിൽക്കാൻ 1000 കാരണങ്ങളുണ്ട്, LDFിലേക്ക് പോകാൻ ഒരു കാരണം പോലും ഇല്ല എന്ന ഉറച്ച നിലപാടെടുത്ത്. അതിൻ്റെ അസ്വസ്ഥതയാണ്. അപ്പോൾ പാണക്കാട് തങ്ങളെ കുറിച്ച് മോശമായിട്ട് പറഞ്ഞാൽ ഭൂരിപക്ഷത്തെയും അതുപോലെ സംഘപരിവാർ ശക്തികളെയും സന്തോഷിപ്പിക്കാം എന്നാണ്. സന്ദീപ് കോൺഗ്രസിലെത്തിയതിനെ ഇടതുപക്ഷ നേതാക്കൾ പരിഹസിക്കുന്നത് തുടരുന്നു. സന്ദീപിന്റെ വരവ് പാലക്കാട് കോൺഗ്രസ് BJP ഡീൽ എന്നായിരുന്നു AK ബാലന്റെ പ്രതികരണം. ഏതായാലും K മുരളീധരന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനും ഇടത് യുവജന നേതാക്കൾ കൈയടിക്കുകയായിരുന്നു. പകൽ വാഴും പെരുമാളിൻ രാജ്യഭാരം വെറും 15 നാഴിക മാത്രം, ഞാൻ എന്ന ഭാവങ്ങളെ എന്ന പാട്ട് ഉൾപ്പെടുത്തിയ പോസ്റ്റിലായിരുന്നു നേതാക്കളുടെ പ്രതികരണം. സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനത്തിന് പിന്നാലെയായിരുന്നു K മുരളീധരൻ ഈ ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടത്. VD സതീശന് കണ്ടകശനി എന്നായിരുന്നു BJP സംസ്ഥാന അധ്യക്ഷൻ K സുരേന്ദ്രന്റെ പ്രതികരണം. സന്ദീപ് വാര്യർക്കൊപ്പം കൗൺസിലർമാർ പോകുമെന്നത് ദിവാസ്വപ്നമാണ്, സ്വപ്നം കാണുന്നതിന് ടാക്സ് കൊടുക്കേണ്ടതില്ലെന്നും സുരേന്ദ്രൻ പരിഹസിച്ചു. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളുമായി VD സതീശൻ ചർച്ച നടത്തിയെന്ന ആരോപണത്തിന് കോൺഗ്രസിന് മറുപടിയില്ല. PDP ബന്ധത്തിലാണ് CPM എന്നും സുരേന്ദ്രൻ പറഞ്ഞു. VD സതീശൻ ഇപ്പോൾ നല്ല കണ്ടക ശനിയാണ്, എവിടെയെങ്കിലും പോയി ഒന്ന് നോക്കുന്നത് നല്ലതാണ്. VD സതീശന് അവസാന ലാപ്പിൽ ചെയ്തത് എന്ത് സംഭവിക്കും എന്നുള്ളത് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ വിശകലനം ചെയ്യാം. അങ്ങനെ സ്വപ്നങ്ങൾ കാണാൻ ആർക്കും അവകാശമില്ല. ടാക്സ് ഒന്നും അടയ്ക്കേണ്ട ആവശ്യമില്ലല്ലോ. സ്വപ്നം കാണാൻ എന്തിനാ നികുതി അടയ്ക്കുന്നത്? അതുണ്ടാക്കുന്ന ചലനങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് തെരഞ്ഞെടുപ്പ് കഴിഞ്ഞിട്ട് വിശകലനം ചെയ്യാം. ഞാനിപ്പോൾ അത് പറഞ്ഞ് എന്തിനാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ പറയുന്നത്? K സുരേന്ദ്രൻ എന്തും പറയാൻ നാണമില്ലാത്ത ആളാണെന്നായിരുന്നു ഇതിന് പ്രതിപക്ഷ നേതാവിന്റെ പ്രതികരണം. കള്ളപ്പണക്കേസിൽ ജയിലിൽ പോകേണ്ട ആളാണ്, മുഖ്യമന്ത്രിയെ കൂട്ടുപിടിച്ചാണ് ഇപ്പോൾ നടക്കുന്നത്, അങ്ങനെയുള്ള ഒരാൾക്ക് മറുപടി പറയേണ്ടതില്ലെന്നും സതീശൻ പറഞ്ഞു. ഇതിനിടെ BJP വിടുമെന്നത് വാർത്തകൾ മാത്രമെന്ന് മുൻ ചെയർപേഴ്സൺ പ്രിയ അജയൻ ന്യൂസ് 18നോട് പ്രതികരിച്ചു. ഒരു കൗൺസിലറും BJP വിടില്ല, 28 കൗൺസിലർമാരും ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുകയാണ്, മൂത്താൻ തറയിലെ വോട്ടുകൾ ചോരില്ല എന്നും പ്രിയ അജയൻ വ്യക്തമാക്കി. സന്ദീപ് വാര്യർക്കൊപ്പം പലരും പാർട്ടി വിടുമെന്ന അഭ്യൂഹത്തിനിടെയാണ് പ്രതികരണം. ഏതായാലും പാലക്കാട് ഉപതെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചാരണം നാളെ അവസാനിക്കുകയാണ്. പ്രചാരണത്തിന്റെ അവസാന മണിക്കൂറിലും പ്രചാരണ വിഷയങ്ങളെല്ലാം മാറിമറിയുന്ന ഒരു കാഴ്ച കൂടി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ VV അരുൺ പാലക്കാട് നിന്ന് ചേരുന്നു. അരുൺ, ഏറ്റവും അവസാന മണിക്കൂറുകളിൽ BJPയിൽ ആശയക്കുഴപ്പം ഉണ്ടാക്കിക്കൊണ്ട് സന്ദീപ് വാര്യരുടെ പ്രസ്താവനകളും പാണക്കാട് മതേതര രാഷ്ട്രീയത്തിലേക്കാണ് താനെന്ന് പറഞ്ഞുകൊണ്ട് അടുത്ത ദിവസം തന്നെ പാണക്കാട് എത്തി കാണുകയും ചെയ്യുന്നു. അതായത് കൃത്യമായൊരു രാഷ്ട്രീയ നീക്കം സന്ദീപിന്റെ ഭാഗത്തുനിന്നുണ്ടായിട്ടുണ്ട്. അത് UDFന് ഏത് തരത്തിൽ ഗുണകരമാകും എന്നുള്ളൊരു ആശങ്ക BJP ക്യാമ്പിനുണ്ടോ? എത്ര തവണ നിഷേധിച്ചാലും ആ തരത്തിലാണോ ഇപ്പോൾ ഈ മണിക്കൂറിൽ പാലക്കാട്ടെ പ്രചാരണം മുന്നോട്ട് പോകുന്നത്? അപർണ, സന്ദീപ് വാര്യരുടെ കോൺഗ്രസ് പ്രവേശനം തന്നെയാണ് ഇന്നലത്തെയും ഒക്കെ പാലക്കാട്ടെ പ്രധാന ചർച്ചാ വിഷയം. സന്ദീപ് വാര്യരെ കോൺഗ്രസിലേക്ക് പോയതിനെ അനുകൂലിച്ച് കോൺഗ്രസ് എത്തുമ്പോൾ അതിനെ വലിയ വിമർശിക്കുകയാണ് CPMഉം BJPയും. CPM പ്രധാനമായി പറയുന്നത് സന്ദീപ് വാര്യർ RSS രാഷ്ട്രീയം ഉപേക്ഷിച്ചല്ല, RSS തള്ളിപ്പറഞ്ഞല്ല കോൺഗ്രസിലേക്ക് പോയത്, RSSകാരനായി തന്നെയാണ് പോയത്. കോൺഗ്രസ് BJP ഡീലിൻ്റെ ഭാഗമായാണ് CPM എടുത്തുകാട്ടുന്നത്. എന്നാൽ സന്ദീപ് വാര്യർ പോയത് കൊണ്ട് ഒരു നഷ്ടവും വരില്ലെന്നൊരു അഭിപ്രായമാണ് BJP കേന്ദ്രങ്ങൾ പറയുന്നത്. സന്ദീപ് വാര്യറിനെ എടുത്തതുകൊണ്ട് എങ്ങനെയാണത് കോൺഗ്രസിന് തിരിച്ചടിയാൻ പോകുന്നതെന്ന് തെരഞ്ഞെടുപ്പ് ഫലം വരുമ്പോൾ കാണാമെന്നാണ് VD സതീശനോട് K സുരേന്ദ്രൻ BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പറയുന്നത്. അതേസമയം സന്ദീപ് വാര്യർ മാത്രമല്ല ഇനിയും ആളുകൾ BJP വിട്ട് കോൺഗ്രസിലേക്ക് വരുമെന്ന പ്രതീക്ഷയാണ് കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വയ്ക്കുന്നത്. ഏതായാലും ഇനിയുള്ള മണിക്കൂറുകളിലും പ്രധാന ചർച്ചാ വിഷയങ്ങളിലൊന്ന് സന്ദീപ് വാര്യറിൻ്റെ കോൺഗ്രസ് പ്രവേശനം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്ന് കണ്ണാടിയിൽ പ്രസംഗിക്കുമ്പോൾ വലിയ വിമർശനമാണ് കോൺഗ്രസിനെതിരെയും അതുപോലെ തന്നെ ലീഗിനെതിരെയും ഉന്നയിച്ചത്. ലീഗ് എന്തുകൊണ്ട് ഇങ്ങനെ ഇത്തരം നിലപാടുള്ള ഒരാളെ, കടുത്ത നിലപാടുള്ള ഒരാളെ എങ്ങനെ ലീഗ് സ്വീകരിക്കും, അത് അണികൾ എങ്ങനെ
കാണുമെന്ന കാര്യമാണ് മുഖ്യമന്ത്രി ചോദിക്കുന്നത്. അണികൾ വലിയ തിരിച്ചടി നൽകും ഈ നീക്കത്തിന്. മുസ്ലിം ലീഗിൻ്റെ നേതൃത്വം ഉൾപ്പെടെ പാണക്കാട്ടെ കൊണ്ടുപോയാൽ അണികളുടെ അമർഷം തീരില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് മുഖ്യമന്ത്രി ലീഗ് അണികൾക്കിടയിൽ കൂടി ഈ വിഷയം ഒരു ആശയക്കുഴപ്പം എന്ന നിലയിൽ സൃഷ്ടിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത്. അത് വലിയ രീതിയിൽ ഗുണം ചെയ്യുമെന്ന പ്രതീക്ഷയാണ് CPM കേന്ദ്രങ്ങൾക്കുള്ളത്. സന്ദീപ് വാര്യർ കോൺഗ്രസിലേക്ക് പോയത് ലീഗ് നേതൃത്വവും പാലക്കാട് മണ്ഡലത്തിൽ ലീഗ് അണികളും പാലക്കാട് മണ്ഡലത്തിലെ ന്യൂനപക്ഷ വിഭാഗങ്ങളും അതേ രീതിയിൽ ഉൾക്കൊള്ളില്ല എന്ന പ്രതീക്ഷയാണ് മുഖ്യമന്ത്രിക്കും CPM-നും ഉള്ളത്. വരും ദിവസങ്ങളിലും അവർ പരമാവധി വിഷയം ചർച്ചയാക്കും. റൈറ്റ്, BV അരുൺ പാലക്കാട് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഏതായാലും സന്ദീപ് വാര്യരുടെ വിഷയം മാത്രമല്ല പ്രചാരണത്തിൽ നിൽക്കുന്നത്, EP വിവാദവും പൂർണ്ണമായി അവസാനിച്ചിട്ടില്ല. ആത്മകഥാ വിവാദത്തിൽ ഏതായാലും EP ജയരാജനെ പിന്തുണയ്ക്കുകയായിരുന്നു വീണ്ടും മുഖ്യമന്ത്രി. EP ജയരാജൻ പുസ്തകം എഴുതിയ നാളുകളിൽ എവിടെയായിരുന്നു സരിനെന്ന് എല്ലാവർക്കും അറിയാം. പ്രസിദ്ധീകരിക്കുന്നതിന്റെ തലേന്നല്ല പുസ്തകം എഴുതി കൊടുക്കുന്നത്. വാർത്ത കേട്ടപ്പോൾ തന്നെ അതിന്റെ പരിഹാസ്യത ബോധ്യമായെന്ന് മുഖ്യമന്ത്രി വിമർശിച്ചു. EP ജയരാജന്റെ ഒരു ആത്മകഥ പ്രകാശനമെന്ന ഒരു കള്ളം ഇവിടെ പുസ്തകങ്ങൾ എഴുതിയവരും പുസ്തകങ്ങൾ പ്രസിദ്ധീകരിക്കുന്നത് കണ്ടവരുമായ ധാരാളം ആളുകളുണ്ടല്ലോ. ഏതെങ്കിലും ഒരു പുസ്തകം ആ ഗ്രന്ഥകർത്താവ് നല്ല ആരോഗ്യത്തോടെ ജീവിച്ചിരിക്കുമ്പോൾ ആദ്യം പ്രകാശനം ചെയ്യുമ്പോൾ അദ്ദേഹത്തിന്റെ സാന്നിധ്യമില്ലാതിരിക്കുകയുള്ളൂ. ഏതായാലും പരിഹാസ്യമായതാണ്. ഞാൻ അതിന്റെ മറ്റു കാര്യങ്ങളിലേക്ക് ഇപ്പോൾ കൂടുതലായിട്ട് പോകുന്നില്ല. വയനാടിനെ ആർക്കും വേണ്ടേ? കേന്ദ്ര സഹായമില്ലെങ്കിലും വയനാട് പുനരധിവാസം നടപ്പാക്കുമെന്ന് മുഖ്യമന്ത്രി. സഹായം തരാതെ പുനരധിവാസം തടുത്തു കളയാമെന്ന വ്യാമോഹം വേണ്ട. പ്രധാനമന്ത്രി ഓടിയെത്തിയെങ്കിലും ഇതേവരെ ഒരു സഹായവും ലഭിച്ചിട്ടില്ല. കേരളത്തിന് അവകാശപ്പെട്ട സഹായം ചോദിച്ചുകൊണ്ടേയിരിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. പുനരധിവാസം സഹായം തരാതെ തടുത്തു കളയാമെന്ന ധാരണ വേണ്ട. അത് കേവലം വ്യാമോഹം മാത്രമായിരിക്കും. ഞങ്ങൾ പ്രഖ്യാപിച്ച പുനരധിവാസം ഒരു ടൗൺഷിപ്പും അവിടെ മതിയായ സൗകര്യങ്ങളോടെയുള്ള താമസ സൗകര്യവും അതോടൊപ്പം പൊതുവായ ഒരു സമൂഹത്തിന് എന്തെല്ലാം വേണോ അതെല്ലാം അടങ്ങുന്ന ഒരു ടൗൺഷിപ്പ് നിർമ്മിക്കലുമാണ്. അവിടെ ജീവസന്ധാരണ മാർഗം ഒരുക്കും. അവിടെയുള്ള സ്ത്രീകൾക്ക് വിവിധ തൊഴിലെടുക്കാൻ പറ്റിയ നൈപുണ്യ പരിശീലനം നൽകും. അങ്ങനെ എല്ലാം കൊണ്ടും മാതൃകാപരമായ ഒരു നിലപാടായിരിക്കും സ്വീകരിക്കുക. ലോകം ശ്രദ്ധിക്കുന്ന മാതൃകയാകുന്ന തരത്തിലുള്ള പുനരധിവാസമാണ് അവിടെ നടത്താൻ പോകുന്നത്. അതാർക്കും തടയാൻ കഴിയില്ല. LDF സർക്കാർ പ്രഖ്യാപിച്ചതാണ്. നാടാകെ അതിനോടൊപ്പമുണ്ട്. എല്ലാവരും സഹകരിക്കുന്നുണ്ട്. അത് പൂർത്തിയാക്കുക തന്നെ ചെയ്യും. വയനാട് ഉരുൾപൊട്ടലിൽ കൃത്യമായ റിപ്പോർട്ട് നൽകാതെ കേന്ദ്ര സർക്കാർ കേരളത്തിന് എങ്ങനെ പണം നൽകുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ K. സുരേന്ദ്രൻ. ആന്ധ്രാപ്രദേശ് കൃത്യമായി മെമ്മോറാണ്ടം കൊടുത്തു. കേരളത്തിന്റെ കയ്യിൽ ചെലവഴിക്കാനുള്ള പണമുണ്ട്. ഇതെന്തുകൊണ്ട് ചെലവഴിക്കുന്നില്ല എന്ന് കോടതി തന്നെ ചോദിക്കുന്നുണ്ട്. മോദിയുടെ കാലത്താണ് ഏറ്റവും കൂടുതൽ സഹായം കേരളത്തിന് കിട്ടിയതെന്നും സുരേന്ദ്രൻ പറഞ്ഞു. വയനാട് ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കുമെന്ന് കേരളം കാത്തിരിപ്പ് തുടങ്ങിയിട്ട് മാസം 4 പിന്നിടുകയാണ്. സംസ്ഥാനത്തിന്റെ ആവശ്യം ന്യായമായിരുന്നിട്ടും എന്തുകൊണ്ടാണ് കേന്ദ്രത്തിന്റെ ഭാഗത്തുനിന്ന് അനുകൂല നടപടി വൈകുന്നത്? ഒടുവിൽ ഹൈക്കോടതിക്ക് പോലും ഇതിൽ ഇടപെടേണ്ടി വന്നു. വയനാട് വിഷയത്തിൽ ഇതുവരെ തീരുമാനമായില്ല എന്ന വിശദീകരണത്തിൽ ഹൈക്കോടതിയിൽ നിന്ന് കേന്ദ്ര സർക്കാരിന് രൂക്ഷ വിമർശനവും ഏൽക്കേണ്ടി വന്നു. കോടതി ഇടപെടലിൽ മാത്രമാണ് ഇനി കേരളത്തിന്റെ പ്രതീക്ഷ. വയനാട് ദുരന്തത്തിൽ പുനരധിവാസം വൈകുന്നതിൽ ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തതിൽ തുടങ്ങിയതാണ് വാദപ്രതിവാദങ്ങൾ. വയനാടിന് മാത്രമായ ഒരു പാക്കേജാണ് സംസ്ഥാനത്തിന്റെ ആവശ്യം. എന്നാൽ സംസ്ഥാനത്തിനൊട്ടാകെ നൽകിയിരിക്കുന്ന ദുരിതാശ്വാസ പാക്കേജിന്റെ കണക്കാണ് കേന്ദ്രം പറയുന്നത്. കേരളത്തിന് കേന്ദ്രം സാമ്പത്തിക ഉപരോധം പ്രഖ്യാപിക്കുകയാണെന്ന വാദവും സംസ്ഥാനം ഉയർത്തി. ഇതിന് കേന്ദ്രം നൽകിയ മറുപടി ഇങ്ങനെ: സംസ്ഥാനത്തിന് SDRF പ്രവർത്തനങ്ങൾക്കായി 2024-25 സാമ്പത്തിക വർഷത്തിലേക്ക് 388 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. ഇതിൽ 291 കോടി കേന്ദ്ര സർക്കാരിന്റെ ഫണ്ടിൽ നിന്നുള്ളതാണ്. ആദ്യ ഗഡുവായ 145.6 കോടി രൂപ ഓഗസ്റ്റ് 31 സംസ്ഥാനത്തിന് നൽകിയിരുന്നു. 2024 ഏപ്രിൽ 1 കണക്ക് പ്രകാരം സംസ്ഥാനത്തിന്റെ SDRF ഫണ്ടിൽ
394 കോടി രൂപ ബാലൻസ് ഉണ്ടെന്നാണ് കേന്ദ്രത്തിന്റെ വിലയിരുത്തൽ. രണ്ടാം ഗഡുവായ 145.6 കോടി രൂപ ഇക്കഴിഞ്ഞ ഒക്ടോബറിൽ സംസ്ഥാനത്തിന് നൽകിയിട്ടുണ്ടെന്നും കേന്ദ്ര സർക്കാർ വ്യക്തമാക്കി. എന്നാൽ SDRFന്റെ കേന്ദ്ര വിഹിതത്തിനു പുറമെ 219.2 കോടി രൂപയാണ് സംസ്ഥാനം ആവശ്യപ്പെട്ടത്. എന്നാൽ കേരളത്തിന് മുഴുവനായി ഡിസാസ്റ്റർ മാനേജ്മെന്റിന് നൽകിയ തുകയാണ് കേന്ദ്രം പറയുന്ന കണക്ക്. വയനാട് ദുരന്തത്തെ അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്ന ആവശ്യമുന്നയിച്ച് സംസ്ഥാനത്തിന്റെ പ്രതിനിധിയെന്ന നിലയിൽ KV തോമസ് പ്രധാനമന്ത്രിക്ക് അയച്ച കത്തിന് കേന്ദ്ര ആഭ്യന്തര സഹമന്ത്രി നിത്യാനന്ദ റായ് നൽകിയ മറുപടി ഹൈക്കോടതിക്ക് മുൻപാകെ സംസ്ഥാനം സമർപ്പിച്ചു. നിലവിൽ SDRF, NDRF ചട്ടങ്ങളിൽ ഒരു ദുരന്തം ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാൻ മാനദണ്ഡമില്ലെന്നും SDRF ചട്ടപ്രകാരം നോട്ടിഫൈ ചെയ്ത 12 ദുരന്തങ്ങളിൽ ഒന്നാണ് മിന്നൽ പ്രളയമെന്നും കത്തിൽ പറയുന്നു. മാത്രമല്ല, പ്രകൃതി ദുരന്തങ്ങൾ ദേശീയ ദുരന്തമായി പ്രഖ്യാപിക്കാനുള്ള ചട്ടം നിലവിലില്ലെന്നും പുനരധിവാസത്തിന്റെ പ്രാഥമിക ഉത്തരവാദിത്വം സംസ്ഥാന സർക്കാരിന്റെ ചുമതലയാണെന്നും കത്തിൽ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. കേന്ദ്രത്തിന് കേരളത്തോട് അമർഷമാണെന്നും രാഷ്ട്രീയ കാര്യങ്ങൾ കൊണ്ടാണ് കേരളത്തെ അവഗണിക്കുന്നതുമെന്നുമുള്ള വിമർശനം ശക്തമാകുമ്പോഴും SDRFലെ കണക്കാണ് വീണ്ടും കേന്ദ്രം നിരത്തുന്നത്. ദുരന്തങ്ങളുടെ റിപ്പോർട്ട് നൽകാതെ തന്നെ ബീഹാർ, ആന്ധ്രാപ്രദേശ് ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങൾക്ക് നൽകിയ സഹായവും കേരളം ഉയർത്തിക്കാട്ടുന്നു. അതേസമയം ചൂരൽമല, മുണ്ടക്കൈ ദുരന്തം അതിതീവ്ര ദുരന്തമായി പ്രഖ്യാപിക്കണമെന്നത് ഉൾപ്പെടെയുള്ള ആവശ്യത്തിൽ ഈ മാസം തന്നെ തീരുമാനമെടുക്കണമെന്ന് ഹൈക്കോടതി കേന്ദ്ര സർക്കാരിന് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ദുരന്തം നടന്ന് 4 മാസമായിട്ടും ഉന്നതതല സമിതി ചേർന്നിട്ടില്ലെന്ന കേന്ദ്രത്തിന്റെ മറുപടിയിൽ കോടതി അതൃപ്തി അറിയിച്ചു. വിഷയത്തിൽ കേന്ദ്രത്തിന് സമയപരിധി നിശ്ചയിക്കണമെന്ന അമിക്കസ് ക്യൂറിയുടെ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മാസം 30-നുള്ളിൽ തീരുമാനം അറിയിക്കണമെന്നും കോടതി നിർദ്ദേശിച്ചു. കേരളത്തിന് പുനരധിവാസം ഉൾപ്പെടെ പൂർത്തിയാക്കേണ്ടതുണ്ടെന്നും ദുരന്തബാധിതരുടെ വായ്പകൾ എഴുതിത്തള്ളുന്നതുപോലുള്ള കാര്യങ്ങൾ അറിയണമെങ്കിൽ ദുരന്തം ഏത് വിഭാഗത്തിലാണ് ഉൾപ്പെടുത്തുന്നത് എന്ന് വ്യക്തമാക്കണമെന്നും കോടതി അഭിപ്രായപ്പെട്ടു. ന്യൂസ് 18 കൊച്ചി. ദുരന്തശേഷം മുണ്ടക്കൈ മേഖലയിൽ ആദ്യം പ്രവർത്തനം തുടങ്ങിയത് ഹാരിസൺസ് മലയാളം പ്ലാന്റേഷന്റെ സെന്റിനൽ റോക്ക് ടീ എസ്റ്റേറ്റ് ആണ്. മുൻപ് 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന ഫാക്ടറി ഇപ്പോൾ പ്രവർത്തിക്കുന്നില്ലെങ്കിലും ഉച്ചവരെ തേയിലത്തോട്ടത്തിൽ തൊഴിലാളികൾ ജോലിക്കെത്തുന്നുണ്ട്. ദുരന്തത്തിൽ സർവ്വവും നഷ്ടമായ ഈ മേഖലയിലുള്ളവർക്ക് എസ്റ്റേറ്റ് വീണ്ടും പ്രവർത്തനം തുടങ്ങിയത് എല്ലാം മറന്ന് മുന്നോട്ടു പോകാൻ വഴിയൊരുക്കുക കൂടിയാണ്. കുടുംബങ്ങൾ കുറേ പോയി. പിന്നെ എൻ്റെ ആങ്ങള, ഭാര്യ, മോള് അവര് പോയി. ജോലിക്ക് വരുമ്പോ പ്രയാസമുണ്ട്. പക്ഷെ നമുക്ക് ജീവിച്ചല്ലേ പറ്റുള്ളൂ. പിന്നെ 32 ആള് ഞങ്ങളെ കൂടെ ജോലി ചെയ്യണോല് പോയി. ഒരാഴ്ച ആയിട്ടുള്ളൂ. അതുവരെ വന്നിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ജീവിക്കണ്ടേ, അതുകൊണ്ട് വരികയാണ്. ഇന്നലെ മഴ പെയ്തപ്പോൾ പേടിയായിരുന്നു. ഇനി എന്താകുമോ, 8 പൊട്ടും പറയുന്നുണ്ട്. അപ്പോൾ ആ 8 പൊട്ടിയാൽ ഞങ്ങളെ വീടും എല്ലാം പോകും, മൊത്തം ടൗണേ ഉണ്ടാവില്ല. അങ്ങനെയൊക്കെയാണ്. പേടിച്ചിട്ടാണ് ഇരിക്കുന്നത്. ഇതന്നെ ഉള്ളൂ, വേറെ ഒരു വഴിയില്ല ഞങ്ങൾക്ക്. 41 പേരെയാണ് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ സെന്റിനൽ റോക്ക് എസ്റ്റേറ്റിന് നഷ്ടമായത്. സെപ്റ്റംബർ 17-നാണ് എസ്റ്റേറ്റ് ഭാഗികമായി വീണ്ടും പ്രവർത്തനം തുടങ്ങിയത്. മുൻപ് രാവിലെ മുതൽ വൈകുന്നേരം വരെ തേയില നുള്ളുമായിരുന്നെങ്കിൽ ഇപ്പോൾ ഉച്ചവരെ മാത്രമാണ് ഈ പ്രവൃത്തി. 24 മണിക്കൂറും പ്രവർത്തിച്ചിരുന്ന തേയില ഫാക്ടറി ഇപ്പോൾ പ്രവർത്തിക്കുന്നുമില്ല. മുൻപ് പ്രദേശത്തു തന്നെ താമസിച്ചിരുന്ന ആളുകൾ ദുരന്തശേഷം വിവിധയിടങ്ങളിലേക്ക് താമസം മാറ്റി. ഇവരെ അട്ടമലയിൽ താമസിപ്പിക്കാൻ അധികൃതർ അനുവദിക്കണമെന്നാണ് എസ്റ്റേറ്റ് മാനേജ്മെന്റിന്റെ ആവശ്യം. 41ഓളം തൊഴിലാളികൾ നഷ്ടപ്പെട്ടു. അതാണ് ഏറ്റവും വലിയ നഷ്ടം എസ്റ്റേറ്റിനുണ്ടായത്. ഞങ്ങളൊരു ഇനീഷ്യൽ അസസ്മെന്റ് പ്രകാരം ഏകദേശം 13 കോടിയോളം രൂപയുടെ ലോസ് ലാൻഡ് സ്ലൈഡുമായിട്ട് ബന്ധപ്പെട്ട് വന്നു. നമ്മൾ 1.5 മാസത്തോളം എസ്റ്റേറ്റ് പൂട്ടിക്കിടന്നു. അതിൽ ഇവിടെ 4 ഡിവിഷനാണ്. അതിൽ പുത്തുമല, മുണ്ടക്കൈ, ചൂരൽമല, അട്ടമല, അങ്ങനെ 4 ഡിവിഷനാണ്. പുത്തുമല ഡിവിഷൻ ഒരു 20 ദിവസം കഴിഞ്ഞ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റി. മുണ്ടക്കൈ, ചൂരൽമല 1.5-2 മാസത്തോളം നമ്മൾ കഴിഞ്ഞിട്ടാണ് സ്റ്റാർട്ട് ചെയ്തത്. 2 മാസം കഴിഞ്ഞ് സ്റ്റാർട്ട് ചെയ്തപ്പം ആളുകൾ ജോലിക്ക് വരാൻ ഒരു വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മൊത്തം 321 തൊഴിലാളികൾ ഉണ്ടതിൽ 35 തൊഴിലാളികൾ നമുക്ക് നഷ്ടപ്പെട്ടു. ബാക്കി 256 തൊഴിലാളികൾ ഉണ്ടായിരുന്നതിൽ ഫസ്റ്റ് ദിവസം ജോലി സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഒരു 30 പേര് 40 പേരൊക്കെയാണ് ജോലിക്ക് വന്നത്. പതുക്കെ ഇപ്പം നമ്മൾ റിക്കവർ ചെയ്തു. ഇപ്പം ഞങ്ങൾക്ക് ഒരു 65% മുതൽ 70% വരെ തൊഴിലാളികൾ ഡെയിലി ബേസിസിൽ ജോലിക്ക് വരുന്ന ഒരു സിറ്റുവേഷനിലേക്ക് എത്തി. പക്ഷേ ഈ ആളുകളെ വെച്ച് എസ്റ്റേറ്റ് ഓടിക്കുക ഇപ്പം നിലവിൽ ബുദ്ധിമുട്ടാണ്. ഞങ്ങളിപ്പോൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളെയും കോൺട്രാക്ട് ആളുകളെയൊക്കെ വെച്ചിട്ടാണ് ഇപ്പം മാനേജ് ചെയ്യുന്നത്. ഇവിടെ ഈ പ്ലാന്റേഷന് പുറമെ ഫാക്ടറി ഉണ്ടല്ലോ, ഫാക്ടറി ഇപ്പോൾ അടഞ്ഞിടക്കണം. ഇൻസിഡന്റിന് ശേഷം ഫാക്ടറി അടഞ്ഞിടക്കണം. കാരണം ഞങ്ങൾക്ക് ഇവിടെ വരുന്നതിന് റെസ്ട്രിക്ഷൻസ് ഉണ്ട്. ഇവിടെ വന്ന് ഓപ്പറേഷൻസ് കഴിഞ്ഞ് വൈകുന്നേരത്തിനുള്ളിൽ ഇവിടെ തിരിച്ച് ഇറങ്ങണം എന്നുള്ളൊരു നിബന്ധന പ്രകാരമാണ് നമ്മളിപ്പം ഓപ്പറേറ്റ് ചെയ്യുന്നത്. ദുരന്തശേഷം എല്ലാവരും മാനസികമായി തകർന്ന അവസ്ഥയിലാണ്. വിവിധ തലങ്ങളിലുള്ള കൗൺസിലിങ്ങുകൾക്കും ഒരുമിച്ചിരുന്നുള്ള കൂടിയാലോചനകൾക്കും ശേഷമാണ് തൊഴിലാളികൾ ജോലിക്ക് തിരിച്ചെത്തിയത്. എല്ലാവരെയും ചേർത്തുപിടിച്ച് മുന്നോട്ടു പോകുമെന്ന്
എസ്റ്റേറ്റ് മാനേജ്മെന്റ് പറയുന്നു. എല്ലാവരെയും കൂടെ വിളിച്ചൊരു ഗെറ്റ് ടുഗദർ വെച്ച് എല്ലാവർക്കും കാണാനുള്ള ഒരു അവസരം ഉണ്ടായി കൊടുത്തു. അത് കഴിഞ്ഞ് ജോലി പതുക്കെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണ് ഇത് റിക്കവർ ചെയ്യുന്നുള്ളൊരു ബോധ്യം നമുക്കും ഉണ്ടായിരുന്നു. എന്നിട്ടും കുറേ ആളുകൾ വരാൻ മടിയുണ്ടായിരുന്നു. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മളൊരു 3 ഫേസായിട്ട് ഒരു ഗെറ്റ് ടുഗദർ വെച്ചു. കഴിഞ്ഞ ദിവസം ദീപാവലിയോടനുബന്ധിച്ച് ഞങ്ങളൊരു ഒരു ചെറിയ ഗെറ്റ് ടുഗദർ വെച്ച് എല്ലാവർക്കും ഒരു ഗിഫ്റ്റ് എല്ലാവർക്കും സമ്മാനിച്ചു. ആളുകൾക്ക് ആ ദുഃഖത്തിൽ നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഒരു കലാപരിപാടി പോലത്തെ ഒരു ഈവൻറ്റ് ഞങ്ങൾ വെച്ചൊരു നല്ലൊരു ഒരു ഫുൾ ഹാഫ് ഡേ പ്രോഗ്രാമായിട്ട് നന്നായിട്ട് വെച്ചു. ആളുകൾ പതുക്കെ റിക്കവർ ചെയ്ത് വരുന്നുണ്ട്. എങ്കിലും ഇത്രയും വലിയൊരു ഇൻസിഡൻറ്റ് ആയതുകൊണ്ട് കാണുമ്പം പലർക്കും നമുക്ക് അത് റിക്കവർ ചെയ്ത് വരാൻ ഇപ്പോൾ ഇന്ന് രാവിലെ ഞങ്ങളുടെ അടുത്ത് 1-2 പേര് സംസാരിക്കുന്നു, സാർ ഇത്രയും ദിവസമായിട്ടും കാണുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമാണ്. കേന്ദ്ര സഹായം വേകുന്നതും പുനരധിവാസത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നതും എല്ലാവരെയും പോലെ ഈ തൊഴിലാളികളെയും ആശങ്കയിലാക്കിയിട്ടുണ്ട്. പതിയെ എല്ലാം ശരിയാകും എന്ന പ്രതീക്ഷ മാത്രമാണ് ഇവരെ മുന്നോട്ട് നയിക്കുന്നത്. ദുരന്തഭൂമിയിൽ ആദ്യം പ്രവർത്തനം തുടങ്ങിയ തൊഴിൽ മേഖലയാണ് സെന്റിനൽ റോക്ക് ടീ എസ്റ്റേറ്റ്. ദുരന്തത്തെ അതിജീവിച്ച സാധാരണക്കാർ ഇവിടെ പഴയ ജീവിതത്തിലേക്ക് മടങ്ങിവരാൻ ശ്രമിക്കുകയാണ്. പക്ഷേ ഇവർക്കാവശ്യം സർക്കാരിന്റെ കൈസഹായമാണ്. കാരണങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞുമാറാതെ കേന്ദ്രവും സംസ്ഥാനവും ഒപ്പം നിൽക്കണമെന്ന അഭ്യർത്ഥനയാണ് ഇവർക്ക് പങ്കുവെക്കാനുള്ളത്. അഖിലോട്ട് പാർക്കൊപ്പം CV അനുമോദ്, ന്യൂസ് 18. സീപ്ലെയിൻ വിഷയത്തിൽ മത്സ്യത്തൊഴിലാളികൾക്ക് ആശങ്കയുണ്ടെങ്കിൽ അവരുമായി ചർച്ചയ്ക്ക് തയ്യാറെന്ന് മന്ത്രി മുഹമ്മദ് റിയാസ്. കായലിൽ സീപ്ലെയിൻ ഇറക്കുന്ന കാര്യം സർക്കാർ ആലോചിച്ചിട്ടില്ല. ഡാമുകൾ കേന്ദ്രീകരിച്ചാകും സീപ്ലെയിൻ സർവീസ് എന്നും മന്ത്രി പറഞ്ഞു. മുനമ്പത്തേത് വഖഫ് ഭൂമി എന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു AP സുന്നി വിഭാഗവും. അനധികൃത കച്ചവടത്തിന് പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടായെന്ന് അന്വേഷിക്കണമെന്നും മുഖപത്രമായ സിറാജ് ദിനപത്രത്തിലെ ലേഖനം ആവശ്യപ്പെടുന്നു. ഞായറാഴ്ച സമരത്തിന് ഐക്യദാർഢ്യവുമായി കൂടുതൽ സംഘടനകളും മുനമ്പത്തെ പ്രതിഷേധ വേദിയിലേക്കെത്തി. സമസ്തയ്ക്ക് പിന്നാലെ AP സുന്നി വിഭാഗവും മുനമ്പത്തേത് വഖഫ് ഭൂമി നിലപാടിലാണ്. മുഖപത്രമായ സിറാജ് ദിനപത്രത്തിൽ OM തരുവണയുടെ ലേഖനത്തിലൂടെയാണ് വിഷയത്തിൽ AP സുന്നി വിഭാഗം പരസ്യമായി രംഗത്ത് വന്നത്. വഖഫ് ഭൂമി തിരിച്ചു കിട്ടണം, ഇരകൾക്ക് നീതിയും എന്ന തലക്കെട്ടോടെയാണ് ലേഖനം. വഖഫ് ഭൂമി വിട്ടുകൊടുക്കാനാവില്ല, സമുദായത്തിന് വഖഫ് സ്വത്തുക്കൾ തിരിച്ചു കിട്ടിയേ പറ്റൂ, ഇരകൾക്ക് നീതിയും കിട്ടണം. ഇത് നീതിയുടെ 2 പുറമാണ്, ഒന്നിൽ മാത്രം ഉരുളരുത്. വഖഫ് ഭൂമിയുടെ ആധാരവും കൊണ്ട് രജിസ്റ്റർ ഓഫീസിൽ ചെന്നാൽ ഒരു രജിസ്ട്രാറും വിൽപ്പനാധാരം ചെയ്തു കൊടുക്കില്ല. മുനമ്പം, തലപ്പുഴ, ചാവക്കാട് എന്നിവിടങ്ങളിൽ പിന്നെങ്ങനെ വഖഫ് ഭൂമി രജിസ്റ്റർ ചെയ്ത് കിട്ടി? ഇതിനു പിന്നിൽ ക്രിമിനൽ ഗൂഢാലോചന ഉണ്ടോ എന്ന് ആദ്യം അന്വേഷിക്കണമെന്നും ലേഖനം ആവശ്യപ്പെടുന്നു. അതേസമയം മുഖ്യമന്ത്രിയുമായി ചർച്ച തീരുമാനിച്ചിട്ടുണ്ടെങ്കിലും പ്രതിഷേധം മയപ്പെടുത്തേണ്ടതില്ല നിലപാടിലാണ് സമരസമിതി. ആവശ്യങ്ങൾ അംഗീകരിക്കും വരെ ശക്തമായ സമരം തുടരും. ഞായറാഴ്ച വിവിധ ദേവാലയങ്ങളിലെ പ്രതിനിധികളും സംഘടനകളും സമരത്തിന് പിന്തുണയുമായെത്തി. സമരത്തിന് പിന്തുണയുമായി BDJS അധ്യക്ഷൻ തുഷാർ വെള്ളാപ്പള്ളി മുനമ്പത്തെത്തും. ന്യൂസ് 18 കൊച്ചി. ശരണപാതയിൽ ശബരിമലയിൽ ഭക്തജന തിരക്ക് വർദ്ധിക്കുകയാണ്. 2 ദിവസം കൊണ്ട് 1 ലക്ഷത്തിലേറെ പേർ സന്നിധാനത്തെത്തി. പമ്പയ്ക്ക് പുറമെ എരുമേലി, കാളകെട്ടി, പരമ്പരാഗത പാത വഴിയും പുല്ലുമേട് വഴിയും ദർശനത്തിനായി 70,000 പേർ ബുക്ക് ചെയ്തിട്ടുണ്ട്. തിരക്കുണ്ടെങ്കിലും സുഗമമാണ് ദർശനമെന്ന് സ്വാമിമാർ പറഞ്ഞു. സജീവ് സി വാര്യർ തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. ഏറ്റവും മനോഹരമായ ഒരു മണ്ഡലകാലം, ഏറ്റവും പുണ്യം നിറഞ്ഞ ഒരു മണ്ഡല മകരവിളക്ക് മഹോത്സവകാലം ആണ് ആരംഭിച്ചിരിക്കുന്നത് എന്നാണ് നമുക്ക് പറയേണ്ടി വരുന്നത്. പ്രത്യേകിച്ചും ഇന്നലെയും ഇന്നുമായി ഏകദേശം 1 ലക്ഷത്തിൽ പരം പേർ ദർശനം നടത്തി കഴിഞ്ഞു. ഇന്ന് മാത്രം 20,000-ൽ പരം പേരാണ് ആദ്യ മണിക്കൂറുകളിൽ ദർശനം നടത്തിയത്. അതിനാൽ പമ്പയിൽ നിന്ന് കടന്നു വരുന്ന ആളുകൾ ഓരോ മണിക്കൂറിലും 4,500ഓളം പേരാണ് ഓരോ മണിക്കൂറിലും ഏകദേശം പമ്പയിൽ നിന്ന് കടന്നു വരുന്നത്. മിനിറ്റിൽ 80 തീർത്ഥാടകർ 18-ാം പടി ചവിട്ടുന്നു എന്നാണ് ഇപ്പോഴത്തെ കണക്ക്. അതുതന്നെയാണ് പോലീസിന്റെ ലക്ഷ്യവും. 80-85 പേരെ മിനിറ്റിൽ 18-ാം പടി കയറ്റി വിട്ടാൽ പിന്നീട് ദർശനം സുഗമമായ രീതിയിൽ സാധ്യമാകും. എവിടെയും തടസ്സങ്ങളില്ലാതെ സുഗമമായ രീതിയിലുള്ള ദർശനമാണ് സാധ്യമാകുന്നത്. ഇപ്പോൾ തന്നെ നമുക്ക് കാണുമ്പോൾ അറിയാം, ആളുകൾ വളരെ സുഗമമായ രീതിയിൽ വരുന്നു. വലിയ തിരക്ക് ഉണ്ടെങ്കിലും ആ തിരക്ക് ക്യൂവിൽ പ്രത്യക്ഷമാകുന്നില്ല എന്നുള്ളതാണ് പ്രത്യേകത. ആ തരത്തിൽ കൃത്യമായ ആസൂത്രണമാണ് പോലീസിന്റെയും ദേവസ്വത്തിന്റെയും ഭാഗത്തുനിന്ന് ഇത്തവണ ഉണ്ടായിരിക്കുന്നത്. അതുകൊണ്ട് കഴിഞ്ഞ തവണത്തെ പരാതികളും വൈഭവങ്ങളൊന്നും ഇത്തവണ ഇല്ല. ഏറ്റവും സുഗമമായ രീതിയിലാണ് ദർശനം നടക്കാൻ സാധിച്ചതെന്ന്
അയ്യപ്പന്മാർ തന്നെ പറയുന്നുണ്ട്. 1.5 hours to 2 hours மேலே ஏறி வர அளவுக்கு தான் இருக்கு. முன்ன விட கொஞ்சம் சௌகரியம் பண்ணி கொடுத்துருக்காங்க. வழியெல்லாம் கொஞ்சம் கிளீனா இருக்கு, கொஞ்சம் சுத்தமா இருக்கு இடம். பார்க்கும்போது வந்து யாரும் மூஞ்சி சுலுக்கிட்டு போகாத அளவுக்கு கிளீனா இருக்கு. यहाँ बहुत अच्छा लगा, इतना अच्छा लगा कि मैं कुछ कह नहीं सकता, बहुत ही अच्छा लगा. पहली बार आना हुआ है, नाम तो सुना था यहाँ, पर जब यहाँ आए तो लगा कि कितनी अच्छी चीज है ये. हाँ मिले, सारी व्यवस्था अच्छी थी, पानी पिए 2-3 बार और मतलब सब कुछ अच्छा था. ஓரளவுக்கு ஃப்ரீயாக தான், நல்லா தான் இருக்கு. நல்லா ஓரளவுக்கு கூட்டமெல்லாம் கம்மியாக தான் இருக்கு, ஃப்ரீயாக தான் இருக்கு. பின்னாடி கூட்டம் வந்துட்டு இருக்கு, நார்மலாக தான் இருக்கு. சாமி பக்கத்தில் எல்லாம் சாமி. വിവിധ സംസ്ഥാനങ്ങളിൽ എത്തിയ ആളുകൾക്കെല്ലാം ഒരേ അഭിപ്രായമാണ്. കുട്ടികളും മുതിർന്നവരും അടക്കമുള്ള ആളുകളെല്ലാം തന്നെ നല്ല രീതിയിൽ ദർശനത്തിന് എത്തുന്നുണ്ട്. വെർച്വൽ ക്യൂ വഴി ബുക്കിംഗ് നടത്തിയ ക്യാൻസൽ ചെയ്ത ആളുകൾ അടുത്ത ദിവസം, അതായത് കഴിഞ്ഞ ദിവസങ്ങളിൽ ക്യാൻസൽ ചെയ്ത ആളുകൾ അടുത്ത ദിവസങ്ങളിലേക്ക് വീണ്ടും ബുക്ക് ചെയ്തിട്ടുണ്ട്. അല്ലാത്ത ആളുകൾക്ക് സ്പോട്ട് ബുക്കിംഗ് വഴി വരാനുള്ള സാഹചര്യമുണ്ട്. എങ്കിലും സ്പോട്ട് ബുക്കിംഗ് 10,000 എന്നത് ഇന്നലെ ഉണ്ടായില്ല. 3000-ൽ പരം പേരാണ് ഇന്നലെ സ്പോട്ട് ബുക്കിംഗ് വഴി ദർശനം നടത്തിയത്. കൂടുതൽ പേർക്ക് ദർശനം നടത്താനുള്ള സാഹചര്യം ഇവിടെ ഉണ്ട് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നല്ല രീതിയിലുള്ള ദർശനമാണ് ഇപ്പോൾ, അല്ലെങ്കിൽ ദർശനത്തിനുള്ള സാഹചര്യമാണ് ശബരിമലയിലും സന്നിധാനത്തും ഉള്ളത്. മണിപ്പൂരിലെ ഇംഫാൽ വീണ്ടും സംഘർഷഭരിതമാകുന്നു. നവംബർ 11 കാണാതായവരിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തതോടെയാണ് സംഘർഷം ഉടലെടുത്തത്. മുഖ്യമന്ത്രി ബിരേൻ സിംഗിന്റെയും MLA-മാരുടെയും വസതികൾക്ക് നേരെയും ആക്രമണമുണ്ടായി. പ്രതിഷേധക്കാർ വാഹനങ്ങൾ കത്തിച്ചു. 7 ജില്ലകളിൽ ഇന്റർനെറ്റ്, മൊബൈൽ സേവനങ്ങൾ താൽക്കാലികമായി റദ്ദാക്കി. പ്രധാനമന്ത്രി അടിയന്തരമായി മണിപ്പൂരിലെത്തണമെന്ന് രാഹുൽ ഗാന്ധി ആവശ്യപ്പെട്ടു. കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ മണിപ്പൂരിലെ സ്ഥിതിഗതികൾ വിലയിരുത്താൻ ഇന്ന് യോഗം ചേരും. ആം ആദ്മി നേതാവ് കൈലാഷ് ഗെഹ്ലോട്ട് പാർട്ടിയിൽ നിന്ന് രാജിവെച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിന് മാസങ്ങൾ ബാക്കി നിൽക്കെയാണ് കൈലാഷ് ഗെഹ്ലോട്ടിന്റെ നിർണായക നീക്കം. ഗതാഗത, നിയമ, റവന്യൂ വകുപ്പുകളുടെ ചുമതലയുള്ള മന്ത്രിയാണ് കൈലാഷ് ഗെഹ്ലോട്ട്. MLA സ്ഥാനവും രാജിവെച്ചിട്ടുണ്ട്.